എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇളം തലമുറയിൽ ഒരാളെ സെലക്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ, രണ്ടും കൂടി ഒന്നിച്ചു കൂടുന്ന മഹത്തുക്കളായ ഭാവിയിലെ വ്യക്തിത്വങ്ങളുടെ തുടർക്കഥയിലെ ആദ്യത്തെ ചാപ്റ്ററുകളാണ് സത്യത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉദ്ഘാടനം ചെയ്തിട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ് പ്രിയപ്പെട്ട റജിയാലിയെ. കാരണം രണ്ടും ഒരേപോലെ പഠിച്ചു പോകുന്നതിൽ ഒരുപാട് ത്യാഗം സഹിക്കുന്നൊരു വ്യക്തിയാണ്. നമുക്കൊക്കെ അറിയാം. ഞാനും എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരാളെന്ന നിലക്ക് രണ്ട് പഠിത്തം കൂടി ഒന്നിച്ചു കൊണ്ടുപോകൽ കുറച്ച് പ്രയാസമാണ്. എന്നാൽ അതൊരു പ്രത്യേക സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് രണ്ടും കൂടി പഠിക്കൽ, ഇപ്പോൾ വാഫി ഉദവി എന്നൊക്കെ പറയുന്നത് പഠിക്കൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും, കാരണം ആ സ്ഥാപനത്തിലാണല്ലോ എന്നതുകൊണ്ട്. പക്ഷേ ഇത് ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി ഒന്ന് പഠിക്കണം, മറ്റൊരു സ്ഥലത്ത് പോയി മറ്റൊന്ന് പഠിക്കണം. അതാണ് ഇതിൻ്റെ ഒരു പ്രയാസം. അങ്ങനെ നമ്മുടെ പാണക്കാട് കുടുംബത്തിൽ നിന്ന് രണ്ട് വിദ്യാഭ്യാസവും കൂടി വളരെ അദ്വിതീയമായ രീതിയിൽ പൂർത്തീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട തങ്ങൾ അതിമനോഹരമായി നിങ്ങളുടെ മുമ്പിൽ ചില വാക്കുകൾ വെച്ചു. ഇവിടെ പ്രിയങ്കരനായ എൻ്റെ സുഹൃത്ത് മുസ്തഫ സാഹിബ് കുറേ കാര്യങ്ങൾ നിങ്ങളോട് സംവദിച്ചു. അദ്ദേഹവും ഞാനും തമ്മിൽ നടത്തിയിട്ടുള്ളൊരു യാത്ര, അതിലുണ്ടായ കുറേ സംവേദനങ്ങൾ. മുസ്തഫ സാഹിബിനെ നമുക്ക് കൂടുതൽ അറിയാവുന്ന തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് മിനിസ്റ്ററായിരുന്ന കാലഘട്ടത്തിൽ ഒരു നിഴല് പോലെ കുഞ്ഞാലി സാഹിബിനോട് എന്ത് പറഞ്ഞാലും മുസ്തഫാനോട് പറഞ്ഞോളി എന്നാണ് പറയുക. അങ്ങനെയായിരുന്നു അന്നുണ്ടായിരുന്നത്. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ളതിൻ്റെ പ്രസിഡൻറ്റുമാർ അതേപോലെ തന്നെ ഇവിടെയുള്ള ആളുകളൊക്കെ ഇന്ന് സന്തോഷത്തോടു കൂടിയാണ് ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, സാധാരണ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആളുകൾ എത്തിച്ചേരുക എന്നത് എത്തിച്ചേരുന്നത് വരെ വലിയൊരു ബേജാറുള്ളൊരു പണിയാണ്. ഭക്ഷണം വെച്ചതായാലും തികയുമോ എന്ന ഭയത്തേക്കാൾ കൂടുതൽ ആളുകൾ വരില്ലേ എന്ന ആകുലത. ഞാനും ഒരു സംഘാടകൻ കൂടിയാണ്. അത് വല്ലാത്തൊരു ഭയമാണ്. പക്ഷേ അതിനെയെല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ്, സംഘാടകരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് താഴേക്കോട് പഞ്ചായത്തിലെ പ്രിയപ്പെട്ട ജനത എത്തിയത് എന്നത് ഈ സദസ്സിൻ്റെ ഏറ്റവും വലിയ കാര്യമായി ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഈ അടുത്തിടെയായിട്ട് ഒരുപാട് പഞ്ചായത്തുകളുടെ ഇത്തരം പരിപാടികൾക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളെ ഇതാക്കാൻ പറയില്ല, ഇത് ലൈവായിട്ട് പോകുന്നുണ്ട് എന്നതുകൊണ്ട് എല്ലാ പഞ്ചായത്തിനെയും മാനിച്ചുകൊണ്ട് തന്നെ പറഞ്ഞോട്ടെ, ഇതുവരെ പങ്കെടുത്ത പഞ്ചായത്ത് തല പരിപാടിയിൽ പ്രത്യേകിച്ച് അത് KMCC ലീഡ് ചെയ്യുന്നത് കൊണ്ടാകാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇത്ര വൃത്തിയായി ഇത്ര സംഘടനാ ബോധത്തോടു കൂടി സംഘാടനത്തോടു കൂടി നടക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് രാവിലെ മുതലെത്തി, അല്പം ഷീറ്റാണ്, കുറച്ചൊക്കെ ചൂടുണ്ടാകും. നിങ്ങളെക്കാൾ ചൂട് ഞങ്ങൾക്കുണ്ടാവും കേട്ടോ, കാരണം ഞങ്ങൾ കുറച്ചും കൂടി ഉയരത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനിക്കാം. ഏതായിരുന്നാലും പറഞ്ഞു വരുന്നത്, അതിമനോഹരമായിട്ടാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് ആദ്യമായിട്ട് പറയാം. അത് വെറുതെ കുറച്ച് സംസാരം കേൾക്കാനല്ല നിങ്ങൾ വന്നിട്ടുള്ളത്. ഇന്നത്തെ കാലത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. ഇന്നത്തെ കാലഘട്ടം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. കാരണം എല്ലാവരും അല്പം ചെറിയ രീതിയിലൊക്കെ ചിന്തിക്കുന്നവരും നന്നായിട്ട് അവബോധമുള്ളവരുമായതുകൊണ്ടാണ് ആ ബോധമുള്ള ജനതയാണ് എത്തിയിട്ടുള്ളത്. അല്ലാതെ വെറുതെ ആരുടെയെങ്കിലും പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രം എത്തിയതല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. രണ്ടാമത്തെ കാര്യം, സാധാരണ മുസ്ലിം ലീഗിൻ്റെ പരിപാടി, യൂത്ത് ലീഗിൻ്റെ പരിപാടി, MSFൻ്റെ പരിപാടി, ഇതൊക്കെ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. എല്ലാം നമ്മൾ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് തന്നെ പറഞ്ഞോട്ടെ, എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതിമനോഹരമായി, ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കല്ല, അതിമനോഹരമായി സ്ട്രക്ചറലായി ടൈമിന് തുടങ്ങി ടൈമിന് അവസാനിപ്പിച്ച് അതിൻ്റെ എല്ലാ ഭാവവും പൂർത്തീകരിക്കുന്നതിൽ ഒരുപടി മുമ്പിലാണ് KMCC എന്ന് പറയുന്ന പ്രസ്ഥാനം എന്നതും കൂടി ഞാനിവിടെ പറയാം. കാരണം KMCC നമുക്ക് വലിയ ബന്ധമാണ്. സത്യത്തിൽ KMCC എന്ന് തുടങ്ങിയിട്ടാണ് ഞാൻ മുസ്ലിം ലീഗിൻ്റെ പരിപാടിയിലേക്ക് ഇങ്ങോട്ട് വന്നത്. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയ ആളാണ്. മുസ്ലിം ലീഗിൻ്റെ പരിപാടിയിൽ നിന്ന് KMCCയുടെ പരിപാടിയിലേക്ക് അങ്ങോട്ട് പോയതല്ല. ആദ്യം ഞാൻ പോയ പരിപാടി എനിക്ക് നല്ല ഓർമ്മയുടെ ജിദ്ദ KMCCയുടെ പരിപാടിയാണ്. അത് ഏകദേശം ഒരു 10-17 വർഷങ്ങൾക്ക് മുമ്പാണ്. അതിനുശേഷം പിന്നെ അബുദാബി KMCCയുടെ പരിപാടി, അങ്ങനെ വ്യത്യസ്തമായ KMCCയുടെ പരിപാടി. ഇപ്പോൾ ഇവിടെ നിന്നൊരു സന്തോഷം കൂടി ഉള്ളത്, ഓസ്ട്രേലിയയിലെ മെൽബണിൽ KMCC ഇല്ലായിരുന്നു. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയുണ്ടായി. ഞാൻ എപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, പ്രിയപ്പെട്ട ET മുഹമ്മദ് ബഷീർ സാഹിബിനെയും പിന്നെ വിനീതനെയുമാണ് അവർ ക്ഷണിച്ചത്. അങ്ങനെ ഓസ്ട്രേലിയ ഞങ്ങൾ പോയി, അവിടുത്തെ പാർലമെൻറ്റ് ഞങ്ങൾ എത്തി, അവിടുത്തെ പാർലമെൻറ്റൊക്കെ കണ്ടു. ഈ KMCCക്കാരായ കുട്ടികൾ ഞങ്ങളെ ഹെലികോപ്റ്ററിൽ അവിടുത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള 12 അപ്പോസ്തലേഴ്സ് എന്നറിയപ്പെടുന്ന കടലെടുക്കുണ്ട്, അവിടെയൊക്കെ സഞ്ചരിപ്പിച്ച് അതിൽപ്പെട്ട് മിടുക്കനായ ഒരു കുട്ടിയാണ് ആദ്യമായിട്ട് ഇവിടെ നിന്ന് എന്ത് വാങ്ങിയത്, പ്രൈസ് വാങ്ങിയിട്ട് പോയത്, അല്ലെങ്കിൽ അവൻ്റെ അനുമോദനം വാങ്ങിയിട്ട് പോയത്. അത് കാണുമ്പോൾ വലിയ സന്തോഷമാണ്. അതുകൊണ്ട് KMCC അതിൻ്റെ തുടർക്കഥ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. എല്ലാ ഭാഗങ്ങളിലും 50-ലേറെ രാജ്യങ്ങളിൽ ഇപ്പോൾ KMCC ഉണ്ട്. അത് 80-100 എന്നൊക്കെ പലരും പറയാറുണ്ടെങ്കിലും എൻ്റെ അറിവിൽ 50-ലേറെ രാജ്യങ്ങളിൽ എന്തുണ്ട്,
അത് എത്രയെന്ന് ക്ലിപ്തമായിട്ട് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. 50-ലേറെ രാജ്യങ്ങളിൽ എന്തായാലും KMCC ഉണ്ട്. അതിൽ ഏകദേശം ഒരു 10-15ഓളം രാജ്യങ്ങളിൽ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്, ഈ KMCC ഉള്ള രാജ്യങ്ങളിൽ. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം KMCC എന്ന് പറയുന്നതിനെ നമ്മളൊന്ന് മുമ്പിൽ വെക്കുക എന്നതാണ്. പാർട്ടിയാണ് ഏറ്റവും വലുത്, മുസ്ലിം ലീഗിൻ്റെ ബാക്ക് ബോണാണ്, അല്ലെങ്കിൽ അതിൻ്റെ നട്ടെല്ലാണ്, അതിൻ്റെ ത്രാണിയാണ് KMCC എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സംഭവം സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ എന്തിനാണ് നമ്മളിവിടെ ഒരു കുടുംബമായി, ഒറ്റ കുടുംബമായി ഒരു പഞ്ചായത്തുകാർ ഒരുമിച്ച് കൂടുന്നത്? ഇങ്ങനെ ഒരു ഷാലിമാർ ഓഡിറ്റോറിയത്തിൽ ഇവിടെ 2 പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട്. നേരത്തെ സംസാരിച്ച പ്രിയപ്പെട്ട സുഹൃത്ത് പ്രസിഡൻ്റായിരിക്കെ അധ്യാപകരുടെ സമ്മേളനത്തിന് വേണ്ടി ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ 2 തവണ. അതേ ഹാളിൽ അതിനേക്കാളും ജനനിബിഡമായിട്ടാണ് ഇന്നിവിടെ പരിപാടി സംഘടിപ്പിക്കുന്നത്. എന്തിനായിരിക്കും നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടാവുക? വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണോ? അല്ല. ആ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് വോട്ടുകൾ വാങ്ങിക്കണമെന്ന രീതിയിലാണോ? അതുമല്ല. അതിനൊക്കെ ഇനിയും സമയങ്ങളുണ്ട്, കുടുംബ സംഗമങ്ങൾക്കൊക്കെ ഇനിയും സമയമുണ്ട്. പക്ഷെ ആദ്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിൽ കരുതേണ്ടത്, ബോധമില്ലാതെ നടക്കുന്ന ഞാനടക്കമുള്ള ആളുകൾക്ക് കുറച്ചൊക്കെ ബോധമുണ്ടാക്കി തീർത്തുക എന്നതാണ് ആദ്യത്തെ കാര്യം. അതെന്താ കാര്യം? അഥവാ യൂണിറ്റി എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ യൂണിറ്റി? 3 പദങ്ങളാണ് നമുക്ക് ഇംഗ്ലീഷിൽ സാധാരണ ഐക്യത്തിന് വേണ്ടി കാണാൻ സാധിക്കുക. യൂണിറ്റി, യൂണിഫോമിറ്റി, യുനാനിമിറ്റി. ഇതാണ് ആ 3 പദങ്ങൾ. ഇതെല്ലാ ആളുകളും കൂടി ഉണ്ടായതുകൊണ്ട് ഞാനതിനെ വിശദീകരിച്ച് പറയുന്നില്ല. എന്നാലും യൂണിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും, വ്യത്യസ്തമായ ധാരയിലുള്ളവർ, വ്യത്യസ്തമായ ചിന്താഗതിയിലുള്ളവർ, വ്യത്യസ്തമായ ആശയത്തിലുള്ളവർ, വ്യത്യസ്തമായ ഭാഷ സംസാരിക്കുന്നവർ, വ്യത്യസ്തമായ മതം കൊണ്ട് നടക്കുന്നവർ, ആചാരം കൊണ്ട് നടക്കുന്നവർ ഒന്നിച്ചു ഒരു പ്രദേശത്ത് ഒരുമിച്ച് കൂടുന്നതിൻ്റെ പേരാണ് യൂണിറ്റി. അതുകൊണ്ടാണ് ഇന്ത്യയിൽ അതിൻ്റെ ശ്ലോകമായി യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഡൈവേഴ്സിറ്റിയിലുള്ള യൂണിറ്റി. ഡൈവേഴ്സിറ്റി ഇവിടെ എന്തൊക്കെയാണ്? ഇവിടെ ഹൈന്ദവരുണ്ട്, ഇവിടെ ക്രിസ്ത്യൻ ജനതയുണ്ട്, ഇവിടെ മുസ്ലിം ജനതയുണ്ട്, കൺഫ്യൂഷാനിസമുണ്ട്, നെഗോറിസമുണ്ട്, ശ്രീബുദ്ധൻ്റെ ബുദ്ധമതമുണ്ട്, മഹാവീരൻ്റെ ജൈനമതത്തിൻ്റെ അംശമുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കൺഫ്യൂഷാനിസമുണ്ട്, നെഗോറിസമുണ്ട്, ബുദ്ധിസമുണ്ട്, സിക്കിസമുണ്ട്. ഇങ്ങനെ ഒരുപാട് ഇസങ്ങൾക്കിടയിൽ പ്രപന്ന പാരിജാത വധോത്രതേ ശങ്കപാണേജ്ഞാന മുദ്രായ കൃഷ്ണായ ഗീതാമൃത ഗുഹേ നമ എന്ന് ഗീതയിലൂടെ നാം പഠിക്കുന്ന ശ്രീകൃഷ്ണൻ അടക്കുന്ന ഹിന്ദുമതവുമുണ്ട്. എല്ലാ ആളുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഐക്യത്തോടു കൂടി മുമ്പേ പോയതുകൊണ്ടാണ് യൂണിറ്റി എന്ന പദം വന്നിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതക്കാരും എല്ലാ ആചാരക്കാരും മനസ്സുകൊണ്ട് ഐക്യപ്പെട്ടുകൊണ്ട്, ആചാരത്തിൻ്റെ രീതിയിൽ പോകട്ടെ. ഇപ്പം പള്ളിയിൽ വന്നിട്ട് ഹൈന്ദവർ നിസ്കരിക്കണമെന്ന് നമുക്ക് ശാഠ്യം പിടിക്കാൻ കഴിയില്ല. അമ്പലത്തിൽ പോയി മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അവർക്കും ശാഠ്യം പിടിക്കാൻ കഴിയില്ല. അവരവരുടേതായ പ്രാർത്ഥനകൾ നിർവഹിക്കുമ്പോൾ തന്നെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, രാഷ്ട്രീയാവബോധത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് ചേരുക എന്നതാണ് യൂണിറ്റി. ആ യൂണിറ്റി എന്നതിന് ഞങ്ങൾ മാത്രം മതി, എല്ലാവരും ഞങ്ങളെപ്പോലെ മാത്രമാവുക, ഞങ്ങളെപ്പോലെ യൂണിഫോം ധരിക്കുക, ഞങ്ങളെപ്പോലെ ഭക്ഷണം കഴിക്കുക, ഞങ്ങളെപ്പോലെ ഭക്ഷണം കഴിക്കുക, ഞങ്ങളെപ്പോലെ വസ്ത്രമിടുക, ഞങ്ങളെപ്പോലെ മാത്രം ആചാരങ്ങൾ കൊണ്ട് നടക്കുക. ഇതിനെയാണ് യൂണിഫോമിറ്റി എന്ന് പറയുന്നത്. അഥവാ യൂണിഫോം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. സ്കൂളിൽ വ്യത്യസ്ത കളറിലിട്ട് വരാൻ പാടില്ല, ഒരേ രൂപത്തിൽ തന്നെ ഇട്ട് വരണം എന്നതൊരു പോസിറ്റീവാണ്. കാരണം പാവങ്ങൾ ഏതാണ്, പൈസക്കാരാരാണെന്ന് അറിയില്ല, അതുകൊണ്ടാണ്. പക്ഷേ മതം എന്ന് പറയുന്നതിൻ്റെ വെറിമൂത്ത് ആ മതത്തിൻ്റെ ആളുകളായി മാറി സത്യത്തിൽ ആ മതവുമായി വലിയ ബന്ധമൊന്നും അവർക്ക് ഉണ്ടാകണമെന്നില്ല. കാരണം ആ മതം സമാധാനത്തിൻ്റെ മതമാണ്. ഹൈന്ദവ മതം എന്നും സമാധാനത്തിൻ്റെ മതമാണ്. മുമ്പേ നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യങ്ങളുമാണ്, ഇഷ്ടംപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ കണ്ടതുമാണ്. പക്ഷെ ആ മതത്തിനെ തന്നെ മറ്റൊരു രൂപത്തിലേക്ക് കൊണ്ടുപോയി അതിനൊരു വർഗീയവൽക്കരണത്തിൻ്റെ ഭാവത്തിലേക്ക് കൊണ്ടുപോയി ആ വർഗീയവൽക്കരണത്തിൻ്റെ വക്താക്കളായി മാറിയില്ല എങ്കിൽ എല്ലാവരും ഞങ്ങളെപ്പോലെ ആയേക്കണം എന്ന ആ ഒരു ചിന്താഗതിയുടെ നെഗറ്റീവ് ഫോമാണ് യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ യൂണിഫോമിലേക്ക് വരണം. അതാണ് ഈ ഏക സിവിൽ കോഡ് എന്നൊക്കെ പറയുന്നതിലേക്ക് മാറുന്നത്. ഞങ്ങൾ വിചാരിക്കുന്നത് പോലെ, ഞങ്ങൾ കരുതുന്നത് പോലെ നിങ്ങളെല്ലാം ആവുക, ആയില്ലെങ്കിൽ നിങ്ങൾ പുറത്തു പോവുക എന്നുള്ള ഒരു രൂപമുണ്ടല്ലോ, അതാണ് യൂണിഫോമിറ്റി. അപ്പം ഈ പറയുന്ന രണ്ടെണ്ണത്തിൽ യൂണിറ്റി എന്ന് പറയുന്നതിനെ തകർക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, പല രീതിയിലും. അതങ്ങനെ വന്ന് ചിലപ്പോൾ എവിടെ വെച്ചിട്ടാണ് രണ്ടാവുക എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഒരു എക്സാമ്പിൾ പറയാം, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ചരിത്രത്തിൻ്റെ ഒരു ഭാഗം പറയാം. ഈ വിഷയത്തിൽ PhD കഴിഞ്ഞതാണ് ജനാബ് MP അബ്ദുസ്സമദ് സമദാനി സാഹിബ്. അതേപോലെ തന്നെ ഇതേ വിഷയത്തിൽ 5 വർഷത്തെ PhD കഴിഞ്ഞ ഒരാളുടെ പേരാണ് നമ്മുടെ
പ്രിയപ്പെട്ട PSM കോളേജിലൊക്കെ ലെക്ചറായിരുന്ന അതിൻ്റെ ഹെഡ് വരെ എത്തിയിട്ടുള്ള മായിൻകുട്ടി സാറുടെ തിസീസ് ഞാൻ വായിച്ചിട്ടുണ്ട്. മായിൻകുട്ടി സാർ 5 വർഷം മെനക്കെട്ടിട്ട് എഴുതിയിട്ടുള്ള തയ്യാറാക്കിയ തിസീസുണ്ട്. അദ്ദേഹം അലിഗഡിലെ റാങ്കുകാരൻ കൂടിയാണ്. അലിഗഡ് ഇപ്പോൾ PSMൽ പഠിച്ച ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഹിസ്റ്ററിയിലെ മായിൻകുട്ടി സാർ അറിയാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. 10-30 വർഷം PSM കോളേജിലെ ലെക്ചറായിരുന്നു അദ്ദേഹം. എൻ്റെ പ്രിയങ്കരനായ ഒരു കൂട്ടുകാരനാണ്. ഇപ്പോൾ റിട്ടയർഡായിട്ട് ഇരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് പല ഏജിലുള്ള ആൾക്കാരും കൂട്ടുകാരുണ്ടാവുമല്ലോ. അതുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള തിസീസ് പ്രകാരം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ആദ്യം തന്നെ മനുഷ്യരെ വിഘടിക്കണമെന്നും പിന്നെ ആ വിഘടനത്തിൽ മുസ്ലിമീങ്ങളെ രണ്ടാക്കണമെന്നും അന്നേ ചിന്താഗതിയുണ്ടായിരുന്നു. മുസ്ലിമീങ്ങളെ രണ്ടാക്കണമെന്നും അതൊരു ചിന്താഗതിയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ സത്യത്തിൽ എവിടെ പോകണം? ഉത്തരേന്ത്യയിൽ പോകണം. ഉത്തരേന്ത്യയിൽ ഏകദേശം കഴിഞ്ഞൊരു 10-25 വർഷമായിട്ട് സഞ്ചരിക്കുന്ന ഒരാളെന്ന നിലക്ക് പറഞ്ഞോട്ടെ, അവിടെ ഇപ്പോഴും നമ്മളെ കാവിക്കൊടി ഏന്തിയിട്ടുള്ള ആൾ ചോദിക്കുകയാണ്, ആ ദൈവബന്ദി ഹെ ഓർ ബറേലവി ഹെ എന്ന് ചോദിച്ചാൽ ബറേലവി എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടും. മനസ്സിലായോ? അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട, അതായത് ബറേലവിക്കാർ മോശമാണെന്നല്ല പറഞ്ഞത്, ദൈവബന്ധിക്കാർ നല്ലവർ മാത്രമാണെന്നല്ല പറയുന്നത്. അങ്ങനെ പറഞ്ഞാലേ രക്ഷപ്പെടുള്ളൂ എന്നുള്ള അവസ്ഥയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മോഡി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ കൂടെ ഇഷ്ടംപോലെ ഉത്തരേന്ത്യക്കാരായിട്ടുള്ള ആരുണ്ട്? മുസ്ലിമീങ്ങളുണ്ട്. മനസ്സിലായി? ഇഷ്ടംപോലെ മുസ്ലിമീങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ഇങ്ങനെ പത്രങ്ങളെടുത്ത് ഇങ്ങനെ നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ChatGPT-യിലേക്ക് ഒന്ന് റിസർച്ച് ചെയ്യുക. ഇപ്പോൾ കുട്ടികളുടെ കഥ അതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അജ്മീർ ദർഗയിലേക്ക് പോയി അതിമനോഹരമായി അവിടുത്തെ ഒരു വിഭാഗം, എല്ലാ വിഭാഗമല്ല, ഒരു വിഭാഗം പ്രധാനമന്ത്രി ആദരിക്കുകയും തലപ്പാവിട്ട് കൊടുക്കുകയും ഗഡ്ഗം എന്ന് പറഞ്ഞാൽ വാള് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് മനോഹരമായി ആദരിക്കുന്ന ഒരു വർഗം എവിടെ തന്നെയുണ്ട്? അജ്മീറിൽ തന്നെയുണ്ട്. ഇതേപോലെ വ്യത്യസ്തമായ ഭാഗങ്ങൾ. ഞാൻ പണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ പോയപ്പോൾ, ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഇമാമത്ത് നിൽക്കുന്ന ഒരു ഉസ്താദിൻ്റെ കയ്യിൻ്റെ ഇവിടെ പച്ച കുത്തിയിട്ടുണ്ട് ഉസ്താദിൻ്റെ. അപ്പം ഞാനിങ്ങനെ, എല്ലാ ഉസ്താദന്മാരോട് അങ്ങനെ ഒന്നുമല്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചോദിച്ചത്, എന്തേ ഉസ്താദന്മാർ ഇങ്ങനെയാണ്? അപ്പം അദ്ദേഹം അവിടുത്തെ BJP-യുടെ പ്രധാനപ്പെട്ട ആളാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് പല ഭാഗത്ത് പോയാലും നമുക്ക് കാണാൻ പറ്റും, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഞാനിത് പറയാനുള്ളൊരു കാരണം, ഉത്തരേന്ത്യ മൊത്തത്തിൽ നമ്മൾ സഞ്ചരിച്ചാൽ അവരെ ദയൂബന്ദികളെന്ന്, ബറേലവികളെന്ന്, ഷിയാക്കളെന്ന്, ബോറ മുസ്ലിംസ് എന്ന്, മുർത്തസിലിയാക്കളെന്ന്, റവാഫിലുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളെ കാണാൻ പറ്റും. ഈ ഗ്രൂപ്പുകളെല്ലാം കൂടി സത്യത്തിൽ ഒന്നായി നിൽക്കുകയും അന്ന് കോൺഗ്രസിൻ്റെ കൂടെ നിന്നിരുന്ന ദയൂബന്ദി പ്രസ്ഥാനത്തെ എതിർക്കുകയും ചെയ്യുന്ന കാണുന്നത് പോലെ നമ്മുടെ കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അറിയാതെ, ഇതിനൊന്നും നിൽക്കുന്നവരാരും മോശക്കാരല്ല, നല്ല നല്ല മനുഷ്യന്മാരാണ്, എല്ലാവരും നല്ലവരാണ്. ആരെയും ഞാൻ എതിർക്കുകയോ അങ്ങനെ ഒരു ആളുമല്ല ഞാൻ എല്ലാവരുടെ പരിപാടിക്കും പോവാറുണ്ട്. അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് മെല്ലെ അത് കടന്നു വരുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു കാലത്താണ് ഇപ്പം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ, ഒരു വീട്ടിലുള്ള രണ്ടാളെ തന്നെ രണ്ടാളാകുന്ന ഒരു കാലം, വാപ്പയും മകനും രണ്ടായി പോകുന്ന ഒരു കാലം, യൂണിറ്റി നഷ്ടപ്പെടുന്ന ഒരു കാലം. അവിടെയാണ് വ്യത്യസ്ത പ്രസ്ഥാനങ്ങളും വ്യത്യസ്ത ആശയക്കാരും വ്യത്യസ്ത മനുഷ്യരും വ്യത്യസ്ത ജാതിക്കാരും, പ്രത്യേകിച്ച് താഴ്ന്ന ജാതിക്കാരും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് കേരളത്തെ അതിശയിപ്പിക്കുന്ന ഒരു പ്രവണതയുള്ളത്. അതിൻ്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവരെയും ഒന്നിച്ചു നിർത്തുന്ന പ്രസ്ഥാനമാണ്. അതൊരു പ്രത്യേക പ്രസ്ഥാനത്തിൻ്റെ പ്രസ്ഥാനമല്ല, ഒരു പ്രത്യേക രാഷ്ട്രീയത്തിൻ്റെ പ്രസ്ഥാനം മാത്രമല്ല, ഒരു വലിയ ചിന്താധാരയുണ്ട് നമ്മുടെ മുമ്പിൽ. അതിൽ എല്ലാവരും ഉണ്ടാകും. അതെന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നത് ഐക്യത്തിന് വേണ്ടിയിട്ടാണ്. കേരളത്തേക്കാൾ ഒരുപാട് ഇരട്ടി മുസ്ലിമീങ്ങളുടെ സ്ഥലമാണ് ഉത്തർപ്രദേശ്. UP എന്ന് പറയുന്ന ആ സംസ്ഥാനത്ത് ഒരുപാടുണ്ട്. ഞാൻ അവിടെ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. മുറാദാബാദിൽ, ചൗക്കിബാദിൽ, അതേപോലെ തന്നെ സുത്ലിവാലയിൽ, അതേപോലെ തന്നെ അപ്പുറത്തുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെ സഞ്ചരിക്കുമ്പോൾ മുസ്ലിം എന്ന് പറയുന്ന ആളുകൾക്ക്, ഈ വ്യത്യസ്തമായി നിൽക്കുന്ന ആളുകൾക്ക് ഒന്നിച്ചിട്ടുള്ള ഐക്യമില്ലാത്തത് കൊണ്ടാണ് UP ഇന്നത്തെ അവസ്ഥയിലേക്ക് പോയത് എന്ന് UPയെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇതിൻ്റെ ഒരു ഗ്ലോബൽ പെർസെപ്ഷനാണ്, ഒരു ഗ്ലോബലി ഉള്ള ഒരു സ്ഥലമാണ്. ഞാൻ പോയിട്ടുണ്ട് ആ സ്ഥലത്ത്. അതിൻ്റെ പേരാണ് നമ്മളൊക്കെ പറയുന്ന സ്പെയിൻ്റെ ആദ്യത്തെ പേര് അന്തുലുഷ്യ എന്നാണ്. ഏ ഗുലിസ്ഥാൻ അന്തുലുഷ് ഹോ ദിൻ ഹയാദ് തുജ്കോ താതേരി ഢാലിയോമേ ജബ് ആഷിയാൻ ഹമാര. ഏ അന്തുലേഷ്യൻ പൂങ്കാവനമേ, നിന്റെ ചില്ലകളിൽ ഞങ്ങളെന്ന് പറയുന്ന പക്ഷിക്കുഞ്ഞുങ്ങൾ വന്ന് കൂടുകൂട്ടിയത് നിനക്ക് ഓർമ്മയില്ലേ എന്ന് സ്പെയിനെ വെച്ചുകൊണ്ടാണ് അല്ലാമ ഇക്ബാൽ ചോദിക്കുന്നത്. ഓ ദിൻ ഹയാദ് തുജ്കോ താതേരി ഢാലിയോമേ ജബ് ആഷിയാൻ ഹമാര.
നിന്റെ ചില്ലകളിൽ വന്നിച്ച് ഞങ്ങൾ കൂടുവെച്ച ഒരു കാലം നീ മറന്നുപോയോ യൂറോപ്പേ, സ്പെയിനെ എന്നാണ് ആ കവിതയിൽ വരുന്നത്. സ്പെയിനിൽ പോയവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ട്? പ്ലീസ് റേസ് ദ ഹാൻഡ്സ്. പോയവരൊക്കെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പം എല്ലാവരും യൂറോപ്പൊക്കെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. ആരുമില്ല? ഇന്ന് ഞങ്ങൾ ഒരു വട്ടെങ്കിലും പോയിട്ടുണ്ട്. നിങ്ങൾ പോയിട്ടുണ്ടല്ലോ. അവിടെ കൊർത്തുബയിൽ നിങ്ങൾ പോയിട്ടുണ്ടാകും. ഖൊർദോബ യൂണിവേഴ്സിറ്റിയിൽ ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ് ഖുർത്തുബ എന്നറിയപ്പെടുന്ന കൊർദോബ. ഞാനിത് പറയാൻ വേറൊരു കാരണത്തിന് വേണ്ടിയിട്ടാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. എന്നിട്ട് കുടുംബ വിഷയത്തിലേക്ക് ഞാൻ വരാം. ആദ്യത്തെ എൻ്റെ ഇൻട്രോ ഇങ്ങനെ ആകട്ടെ എന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. എന്ന് വെച്ചാൽ ഈ ഖുർത്തുബ എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ഖുർത്തുബ യൂണിവേഴ്സിറ്റി ഉണ്ടായത്. സ്പെയിനിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ്. ഇനി നിങ്ങൾ റെഫറൻസിന് വേണ്ടി ഞാൻ പറയാം. വേൾഡ് ഹിസ്റ്ററി എടുത്തിട്ട് വിദ്യാർത്ഥിയോടെ ഞാൻ പറയുന്നത്, ലോക ചരിത്രം എടുത്തിട്ട് നിങ്ങൾ കോൺട്രിബ്യൂഷൻ ഓഫ് അറബ്സ് എന്നടിച്ചു നോക്കുക. ChatGPT നോക്കിക്കോ. നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സൈറ്റിലോ അല്ലെങ്കിൽ അതിൻ്റെ ഇതിലൊന്നും പോണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് അടിച്ചു നോക്കേണ്ടത് ഇങ്ങനെയാണ്: കോൺട്രിബ്യൂഷൻ ഓഫ് അറബ്സ്, അറബികളുടെ സംഭാവനകൾ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് വേൾഡ് ഹിസ്റ്ററിയിൽ. ഞാൻ ഹിസ്റ്ററി പഠിച്ച ഒരാളല്ലെങ്കിൽ പോലും ഹിസ്റ്ററി എൻ്റെ കോളേജ് ആയതുകൊണ്ട് ഒരു വർഷം എടുത്തിട്ട് ഞാനത് ക്ലാസ് എടുക്കാൻ തുനിഞ്ഞിട്ടുണ്ട്. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉണ്ടല്ലോ, പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം ക്ലാസ് എടുക്കേണ്ടി വരും. അപ്പോൾ അതിൽ വരുന്നത് ദ കണ്ടംപററി വേൾഡ് ഹിസ്റ്ററിയിൽ വരുന്ന ഈ ഖുർത്തുബ എന്ന് പറയുന്നതിൽ ചർച്ചയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കോൺട്രിബ്യൂഷൻ ഓഫ് അറബ്സിൽ, അറബികളുടെ സംഭാവനയാണ് ഒഫ്താൽമോളജി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടും. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? ബ്രിട്ടൻ എന്ന് പറയുന്നതാണ് ആദ്യമായിട്ട് വിദ്യാഭ്യാസത്തിൻ്റെ പാരമ്യതയിലേക്ക് പോയ സ്ഥലം. ആ ബ്രിട്ടൻ ഇങ്ങനെ ആയിട്ട് ഏകദേശം 500 വർഷമേ ആയിട്ടുള്ളൂ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആകെ 500 വർഷമേ ബ്രിട്ടൻ്റെ പഴക്കമുള്ളൂ. പഴക്കം എന്ന് പറഞ്ഞാൽ സാംസ്കാരികപരമായ പൈതൃകപരമായ പഴക്കം. അമേരിക്കയുടെ പഴക്കം ഏകദേശം 250 വർഷത്തതേ ഉള്ളൂ. അപ്പോൾ 250 വർഷം സാംസ്കാരിക പൈതൃകമുള്ള അമേരിക്കക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാമല്ലാതെ പ്രാചീനതയെക്കുറിച്ച് പറയാൻ അറിയില്ല. ബ്രിട്ടനും 450 കൊല്ലം മുമ്പുള്ള സംഭവങ്ങൾ റോമിൽ നിന്ന് എടുത്തിട്ട് എഴുതിയത്. ഞാൻ വിദ്യാർത്ഥികളോടും കൂടിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഷേക്സ്പിയറിൻ്റെ കൃതികൾ എടുക്കുക. ഷേക്സ്പിയറുടെ ട്രാജഡി, ഷേക്സ്പിയറുടെ കോമഡി, ട്രാജിക് കോമഡി, കോമിക് ട്രാജഡി. ചിലപ്പം പ്രായം ചെന്ന ആൾക്കാർക്ക് എന്തൊക്കെയാണ് ഈ പറഞ്ഞു തോന്നട്ടെ. ഞാൻ പുതിയ ആൾക്കാരോടും കൂടി സംസാരിക്കുന്നത്, പുതിയ കുട്ടികളോട്. കാരണം എനിക്കറിയാം ആധുനിക തലമുറയിൽ ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ ഉദ്ഘാടകനെ ഇത്ര വാഴ്ത്തി പറഞ്ഞതെന്നറിയോ? ആധുനിക തലമുറയിലേക്ക് ഇറക്കപ്പെടേണ്ടുന്ന ലീഡേഴ്സിനെ രണ്ടും കൂടി പഠിച്ചവരെ ഇറക്കി എന്നതുകൊണ്ടാണ്. അത് നടപ്പിലാക്കി എന്ന KMCCയുടെ ആ ഒരു ബുദ്ധിയുണ്ടല്ലോ, അതിമനോഹരമായ ബുദ്ധി, ആധുനിക തലമുറക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരു ബുദ്ധി, അത് വെച്ചുകൊണ്ട് ആധുനിക തലമുറയോട് ഞാൻ സംസാരിക്കുകയാണ്. നിങ്ങൾ പോയിട്ട് ഇതൊക്കെ ഒന്ന് സെർച്ച് ചെയ്യണം. നിങ്ങൾ ChatGPTയോട് ചോദിച്ചാൽ മതി. കോൺട്രിബ്യൂഷൻ ഓഫ് അറബ്സ് അതിൽപ്പെട്ടതാണ് ഒഫ്താൽമോളജി, നയനശാസ്ത്രം, കണ്ണിൻ്റെ ശാസ്ത്രം. അതിൽപ്പെട്ടതാണ് അസ്ട്രോണമി. നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. ഖഗോളശാസ്ത്രം അതിൽപ്പെട്ടതാണ്. ജോഗ്രഫി, ഞാനിതൊരു വർഷം ക്ലാസ് എടുത്തുകൊണ്ട് പറയാൻ കേട്ടോ. അതിൽപ്പെട്ടതാണ് ജോഗ്രഫി നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന സാധനം. അതിൽപ്പെട്ടതാണ് കൊമേഴ്സ്യൽ ജോഗ്രഫി. എന്താ കൊമേഴ്സ്യൽ ജോഗ്രഫി? ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് അടിയിൽ മെറ്റൽസ് ഉള്ളത് എന്നതിൻ്റെ പഠനങ്ങളൊന്നുണ്ടായിരുന്നു. ഇപ്പം ഗോൾഡ് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. 1,00,000 റുപ്യ കൊടുക്കണം ഒരു പവൻ കിട്ടണമെങ്കിൽ. ഇത് മണ്ണിൻ്റെ അടിയിൽ നിന്ന് എടുക്കുന്ന സാധനമാണ്. ഇതേമാതിരി നിങ്ങൾ ഈ പറയുന്ന എല്ലാം മണ്ണിൻ്റെ അടിയിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങളാണ്. അത് പിന്നെ നിക്കലാകട്ടെ, അല്ലെങ്കിൽ കോപ്പറാകട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അലൂമിനിയം ആകട്ടെ, നിങ്ങൾ പറയുന്ന അയേൺ ആകട്ടെ, ഇരുമ്പാകട്ടെ, എല്ലാം ഈ സാധനങ്ങളൊക്കെ ഭൂമിയിൽ നിന്ന് എടുക്കുന്നതാണ്. നിങ്ങളിപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അത് ഭൂമിയിൽ നിന്ന് കണ്ടെത്തിയ പെട്രോളിയത്തിൻ്റെ വേസ്റ്റ് കൊണ്ടുണ്ടാക്കിയതാണ് എന്ന് നിങ്ങൾക്കത് സെർച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ് ഈ കസേരയിലേക്ക് അടുത്തേക്ക് ഇങ്ങനെ പോയാൽ ഒരു പെട്രോളിൻ്റെ ഒരു സ്വഭാവം ഉണ്ടാവും നിങ്ങൾക്ക്. മനസ്സിലായി? അതിൻ്റെ വേസ്റ്റിൽ നിന്നുണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് ചില പെട്രോൾ ഇത് പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. കാരണം അതങ്ങനെ ഒരു മെറ്റീരിയലല്ല, ചില മെറ്റീരിയൽസിൻ്റെ വേസ്റ്റാണ്. ഞാൻ പറയുന്നത് ഈ കൊമേഴ്ഷ്യൽ ജോഗ്രഫിയും ഇങ്ങനെയുള്ള 9 ശാസ്ത്രങ്ങളെ ഈ ലോകത്തേക്ക് ഏറ്റവും കൂടുതലായി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ പേരാണ് ദ അറബ്സ്, അറബികൾ എന്ന്. കാരണം അവർ സഞ്ചാരികളായിരുന്നു. ആ സഞ്ചാരപഥം തീർത്തിട്ട് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. അങ്ങനെ സഞ്ചരിച്ചിട്ട് പോയി ഏറ്റവും മോഡേൺ ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി. ഒന്ന് യൂറോപ്പിനോട്, സ്പെയിനോട് ചേർന്ന് നിൽക്കുന്ന, നമ്മളൊക്കെ പറയുന്ന മൊറോക്കോ എന്ന് പറയുന്ന സ്ഥലത്ത് അതിമനോഹരമായൊരു യൂണിവേഴ്സിറ്റി. അതാണ് ആദ്യ നിർമ്മിത യൂണിവേഴ്സിറ്റി. അതിനു മുമ്പേ ചില രാജ്യങ്ങളിൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, പക്ഷെ അത് ആ രാജ്യത്തിൻ്റെ മാത്രം പാഠശാലയാണ്. ഭാരതത്തിലുണ്ട്, പക്ഷെ അത് അവിടുത്തെ മാത്രം പാഠശാലയാണ്. വിദേശികൾ വന്ന് പഠിക്കാനോ ചിന്തിക്കാനോ ഒന്നും ചിലപ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടാകില്ല.
പക്ഷെ ഇവർ തുടങ്ങിയതിൽ നിന്ന് വ്യത്യസ്ത രാജ്യക്കാർ വരുമായിരുന്നു. ആ രാജ്യക്കാർ വന്നിട്ട് അപ്പുറത്ത് പിന്നെ സ്പെയിനിൽ ഇതിൻ്റെ നേരെ മൊറോക്കോയുടെ ഒരു കടലെടുക്കിൻ്റെ ഒരു ചെറിയ നദിയുടെ അപ്പുറത്ത്, കടലെടുക്കല നദിയുടെ അപ്പുറത്താണ് ശരിക്കും ഏതുള്ളത്, ഈ പറയുന്ന സ്പെയിനുള്ളത്. ഞാനൊരു ഏകദേശം ഒരു 4 മാസം മുമ്പ് ഈ മൊറോക്കോയിൽ പോയിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ അപ്പോഴേക്കപ്പുറം സ്പെയിനാണ്. അപ്പോൾ ഈ സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്തുണ്ടായ ആദ്യത്തെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ് ഈ പറയുന്ന കുർദോവ യൂണിവേഴ്സിറ്റി. ഞാനിത് പറയുന്നത് ഒരു കാര്യത്തിനാണ്, അത് പറഞ്ഞിട്ട് ഞാൻ കുടുംബ വിഷയത്തിലേക്ക് വരാം. അതുകൊണ്ട് ആ കുർദോവ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നതിൽ നിന്നാണ് ഈ സയൻസുകളെല്ലാം ഉണ്ടായത്. ഇതെല്ലാം നിങ്ങൾ ChatGPT പോയാൽ മതി. ഞാൻ ChatGPT റിസർച്ച് ചെയ്തിട്ട് ഇപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്നറിയോ? എത്തീസ്റ്റുകൾ പറയുന്നത് ChatGPT മുസ്ലിമാണെന്നാണ്. ആ കോലത്തേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുകയാണ്. കാരണം ChatGPT പറഞ്ഞ റിയാലിറ്റി ആയതുകൊണ്ട് ഇവർക്ക് സഹിക്കാൻ പറ്റണില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതിൽ പോയിട്ട് റിസർച്ച് ചെയ്യുക. അങ്ങനെ റിസർച്ച് ചെയ്യുമ്പോൾ ഈ കോൺട്രിബ്യൂഷൻസ് ഉണ്ടല്ലോ, അങ്ങനെ മുസ്ലിം ജനത വല്ലാണ്ട് ഉയർന്നു പോകുന്നത് അവർ കണ്ടു, യൂണിവേഴ്സിറ്റികൾ ഡെവലപ്പാകുന്നത് അവർ കണ്ടു. അങ്ങനെ കണ്ട് അവസാനം സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം യൂറോപ്പിൻ്റെ കളിത്തൊട്ടിൽ എന്നാണ് അറിയപ്പെടുക. എല്ലാവരും അന്ന് സന്ദർശിക്കാൻ തുടങ്ങി. അന്ന് അതിൻ്റെ പേര് അന്തുലേഷ്യ എന്നാണ്. അന്തുലൂഷ്യ എന്ന് പറയുന്ന, അന്തുലൂഷ്യ എന്നാണ് ഇതിൽ പറയാം, പേർഷ്യയിൽ പറയാം അന്തുലൂഷ്യ. അത് അന്തുലേഷ്യ എന്നാക്കി, പിന്നെ അത് എന്താക്കി, സ്പെയിൻ എന്നാക്കി മാറ്റിയതാണ്. അപ്പോൾ ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴാണ് ക്രോസ് വാർ എന്ന് പറയുന്ന യുദ്ധമുണ്ടായത്. ഇതൊക്കെ ഇനി ആരൊക്കെ പറയാമെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. കുരിശ് യുദ്ധം, ആ കുരിശ് യുദ്ധമുണ്ടായി. അങ്ങനെ 2 കമ്മ്യൂണിറ്റികൾ വന്നിൽ തർക്കമുണ്ടായി. സലാഹുദ്ദീൻ അയ്യൂബിയുടെ പടയോട്ടങ്ങളുണ്ടായി. അങ്ങനെ ചുരുക്കത്തിൽ ആ കുർദോവ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ വിജ്ഞാന ശാഖകളെ മുഴുവൻ കോപ്പിയടിക്കാൻ വേണ്ടി ഒരു സമൂഹമുണ്ടായി. ഇത് ഞാൻ എൻ്റെ ഭാഷയായിട്ട് പറയല്ല, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും, അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. അങ്ങനെ അവിടെ നിന്ന് പൊക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും ഒന്നും നടന്നില്ല യൂറോപ്പിൻ്റെ ചില ആളുകൾക്ക്. പക്ഷേ അവിടെ പിന്നീട് അവരിട്ട ഒരു ശാസ്ത്രത്തിൻ്റെ പേരാണ്, നിങ്ങൾ ആരും അത് പറയുമ്പോൾ എന്നോട് വിരോധമൊന്നും തോന്നരുത്, ഗ്രന്ഥങ്ങളിൽ കാണുന്നത് പറയാണ്, ഇതേപോലത്തെ സെമിനാറുകൾ കേൾക്കുന്നത് പറയാണ്, അവിടെ ഏറ്റവും ടോപ്പായിട്ട് ഇട്ടിട്ടുള്ള ഒരു സാധനത്തിൻ്റെ പേരാണ് മന്തിഖ് അഥവാ തർക്കശാസ്ത്രം എന്നറിയപ്പെടുന്നത്. പരസ്പരം തർക്കിക്കാൻ വേണ്ടിയിട്ട് തർക്കശാസ്ത്രം ഇട്ടു. ഈ കാണുന്ന സ്പീക്കറിനെ സ്വർണത്തിൻ്റെ ദണ്ഡാണ് എന്ന് പറഞ്ഞിട്ട് വാദിച്ചു വേണമെങ്കിൽ നമുക്ക് ജയിക്കാം. ഈ കൊട തൂക്കിയിട്ടുള്ള ഇരുമ്പിൻ്റെ കാലിനെ അത് ഗോൾഡ് തന്നെയാണെന്ന് വാദത്തിന് വേണ്ടിയിട്ട് നമുക്ക് വാദിച്ച് ചിലപ്പോൾ ആളുകളെ തോൽപ്പിക്കാം. എങ്ങനെ? ഇതിനെന്താ ഇപ്പം സ്വർണ്ണം എന്ന് പറഞ്ഞാൽ, സ്വർണ്ണം എന്തിനാ അങ്ങനെ അതിന് പേര് വന്നത്? അപ്പം അതിന് ഇരുമ്പ് എന്ന പേരിട്ടതിന് മാറ്റിയിട്ട് നമുക്ക് സ്വർണ്ണം ആക്കിക്കൂടെ, ഇതിന് പിന്നീട് വില കൂട്ടിക്കൂടെ എന്നൊക്കെ വാദമറിയാവുന്നവർക്ക് വാദിച്ചു വേണമെങ്കിൽ ജയിക്കാം. അങ്ങനെ ആ വാദം തർക്കശാസ്ത്രം എന്ന് പറയുന്നത് ഇട്ടു. അങ്ങനെ ഇട്ടിട്ട് അവസാനം ഈ കുർദോവ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയെ കേന്ദ്രമാക്കിയിട്ടുള്ള സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്തിലെ മുസ്ലിമീങ്ങൾ നാനാഭാഗത്തേക്കും ഛിന്ന ഭിന്നമായി. അവിടെ യൂണിറ്റി നഷ്ടപ്പെട്ടു. അതിനെക്കുറിച്ചാണ് തെരാനെ മില്ലി എന്ന് പറയുന്ന മനോഹരമായ കാവ്യം അല്ലാമ ഇക്ബാൽ എഴുതിയത്. ആ കവിതയിൽ പറയുന്നുണ്ട്, ഏ ഗുലിസ്ഥാനെ അന്ദുലുസ് ഓ ദിൻ ഹയാദ് തുജ്കോ താതേരി ഢാലിയോ മേ ജബ് ആശിയാൻ ഹമാര ए मूज दजल तू भी पहचाने ये हमको अब तक है तेरी दरिया अफसाना ख्वा हमारा. യൂഫ്രട്ടീസിൻ്റെ നദിയെ ഇപ്പോഴും ഞങ്ങളുടെ കഥ പറഞ്ഞുകൊണ്ടല്ലയോ നിന്റെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സുകൊണ്ടെന്ന് സങ്കല്പിച്ച് നോക്കൂ. സ്പെയിൻ എന്ന് പറയുന്ന അതിമനോഹരമായ രാജ്യം, അതും യൂറോപ്പിനെ ആ ഒളിത്താവളത്തിൽ കഴിയുന്നത് പോലെ ഏകമായി കഴിഞ്ഞിരുന്നവരെ കൂട്ടത്തിലേക്ക് അയച്ചത് അവരുടെ പേരായിരുന്നു ഈ കമ്മ്യൂണിറ്റി എന്നും. ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ്. ആ ഒരവസ്ഥയിൽ ഈ പറയുന്ന സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെ തറക്കാൻ വേണ്ടി അവരിട്ട ഒരു സംഭവത്തിൻ്റെ പേരാണ് ഈ പറയുന്ന തർക്കശാസ്ത്രം. തർക്കിച്ച് അവസാന മുസ്ലിമീങ്ങൾ ഛിന്ന ഭിന്നമായപ്പോൾ, ഈ പറയുന്ന യുദ്ധത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും കെടുതികൾ വന്നപ്പോൾ എന്നേക്കുമായി അന്തുലേഷ്യ നഷ്ടപ്പെട്ടത് വേൾഡ് ഹിസ്റ്ററി നമുക്ക് പറഞ്ഞു തരും. അഥവാ മുസ്ലിമീങ്ങൾ തമ്മിൽ തർക്കിക്കാൻ തുടങ്ങിയാൽ, പരസ്പര വിദ്വേഷങ്ങളായി തുടങ്ങിയാൽ, തർക്കം എത്രത്തോളം ഉണ്ടായിന്ന് അറിയോ? പണ്ടൊക്കെ ഞങ്ങൾ ഹിസ്റ്ററി ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുമ്പോൾ അന്ന് സമദാനി സാഹിബൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞു തരുമായിരുന്നു. അത് കാരണം അദ്ദേഹം ഹിസ്റ്ററിയിൽ പിന്നെ റാങ്കുകാരനാണ്, PG ക്ക്, നിങ്ങൾക്കറിയാമല്ലോ. അതായത് എത്രത്തോളം ഞങ്ങളന്ന് വിദ്യാർത്ഥികളാണ്, 10, 16, 17 വയസ്സുള്ള സമയമാണ് എന്ന് വെച്ചാൽ, അവിടെ നിന്നൊരു മരം പുറപ്പെട്ട് പള്ളിയുടെ ഉള്ളിലൂടെ പോയി ആ ജനലിൻ്റെ ഉള്ളിലൂടെ ആ കൊമ്പങ്ങട്ട് പോയി. അങ്ങനൊന്നും പള്ളിക്ക് പോവില്ല. അതിലും ചോദ്യം അതാണ്, ഇങ്ങനെ വന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ പോയാൽ ആ മരത്തിൻ്റെ മേലെ ഇരുന്നാൽ എത്തിക്കാഫിൻ്റെ കൂലി കിട്ടുമോ? ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായോ? കൂലി കിട്ടൂലേ എന്നുള്ളതല്ല, തർക്കത്തിൻ്റെ ആഴം അത്രത്തോളമായി. അവിടെ ഒരു മരം വളക്കണം, എന്നിട്ടത് ഉള്ളിലേക്ക് വരണം, എന്നിട്ട് ആരും വെട്ടാതിരിക്കണം. ഏതെങ്കിലും ആൾക്കാർ പള്ളിക്ക് കൂടെ പോകണം, മരം വെട്ടാതിരിക്കുമോ? എന്നിട്ടത് പോയി എന്താക്കണം, അപ്പുറത്തെ ജനലിലൂടെ പോകണം.
എന്നിട്ട് താഴ്ത്തിരിക്കണ കൂലി മേലെ കൊമ്പും വരുന്ന കിട്ടുമെന്നുള്ളതാണ് തർക്കം. ഇങ്ങനെ അനാവശ്യമായ തർക്കങ്ങളിലൂടെ, ഞാൻ ആരെയും കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ എല്ലാ വിഭാഗക്കാരെയും ഒരേപോലെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, തർക്കിച്ച് അവസാനം യൂണിറ്റി നഷ്ടപ്പെട്ട് അവസാനം ആകെ അവർ ഇരച്ചു കയറി ഗ്രന്ഥകൂപാരങ്ങൾ കത്തിച്ച് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് അവസാനം അന്നത്തെ എവിഡൻസ് ആയിട്ടുള്ള ഗ്രന്ഥങ്ങളെല്ലാം തകർക്കപ്പെട്ട് സ്പെയിൻ എന്നേക്കുമായി ഇല്ലാതെയായി. ഒറ്റ കാരണമാണ്, പരസ്പരമുള്ള തർക്കമാണ്. ഫറൂഖ് കോളേജിൽ പോകുമ്പോൾ, PSM കോളേജിൽ പോകുമ്പോൾ, അതേമാതിരി തെക്ക് ജില്ലയിലെ ഒരുപാട് കോളേജുകളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സർ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോകുന്നു, നല്ല മാന്യമായി പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പക്ഷേ പരസ്പരം ഉമ്മത്തിൻ്റെ തർക്കങ്ങൾ കേട്ട് ഞങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു, ഞങ്ങൾക്ക് ആരെയും വിശ്വാസമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു, അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, എന്തിനാ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നാണ്. അവിടെയാണ് വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംഘടനകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാവരെയും ഒന്നിച്ചിരുത്തിയിട്ട് ഒറ്റ ഐക്യത്തോടെ ഒരേ ഭാവത്തോടു കൂടി പറയാൻ ഒരു പ്രസ്ഥാനമുണ്ട് നമുക്ക്. അതിൻ്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നറിയപ്പെടുന്നത്. അതിൻ്റെ ബാക്ക് ബോൺ ആയതിനെയാണ് KMCC എന്ന് പറയപ്പെടുന്നത്. KMCC. നിങ്ങളുടെ ഓസ്ട്രേലിയ എവിടെ പോയോ? ഇവിടുന്ന് അവാർഡ് വാങ്ങിയ ആൾ പോയിട്ടുണ്ട്. ഓസ്ട്രേലിയ പരിപാടിക്ക് വേണ്ടി പോയപ്പോൾ ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട്, അവിടുത്തെ 2 MP മാരുണ്ടായിരുന്നു. അവർ രണ്ടും ലേഡീസാണ്, 2 പെണ്ണുങ്ങളായിട്ടുള്ള MP മാരുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ മേയർ ഉണ്ടായിരുന്നു. KMCCക്കാർ അതിമനോഹരമായി ഇവരൊക്കെ വിളിച്ചിരുന്നു. നമ്മുടെ ഇവിടുന്ന് ഒരു MP ഉണ്ടായിരുന്നത് ET മുഹമ്മദ് ബഷീർ സാഹിബാണ്. പിന്നെ ഞാൻ അവിടുത്തെ ഒരു മുഖ്യപ്രഭാഷകൻ എന്ന അർത്ഥത്തിൽ എന്നെ കൊണ്ടുപോയതാണ്. അതിൽ ഒരു ലേഡി KMCC എന്നവിടെ കണ്ടപ്പോൾ, KMCC ഇതാ അവിടെ എഴുതിയിട്ടുണ്ടല്ലോ KMCC എന്ന്, KMCC എന്ന് ബാനറിൽ കണ്ടപ്പോൾ ഈ ലേഡി എന്നോട് ചോദിച്ചു, KMCCയുടെ ഫുൾ ഫോം എന്താണ് KMCCയുടെ ഫുൾ ഫോം? ആ സമയത്ത് ഞാൻ പറഞ്ഞു, കേരള മുസ്ലിം കൾച്ചറൽ സെൻറ്റർ എന്നാണ്. അറിയാമല്ലോ അല്ലേ? എന്താണ് കേരള മുസ്ലിം കൾച്ചറൽ സെൻറ്റർ എന്നാണ്. അതാണ് KMCC എന്ന് പറഞ്ഞത്. ഓ മുസ്ലിം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഓസ്ട്രേലിയയിലെ ലേഡി, അവിടെ ജനിച്ച് വളർന്ന പെണ്ണ്, അവർ പഠിച്ച് എത്രയോ 2-3 PhD ഉണ്ട്, അവരൊക്കെ അനലൈസ് ചെയ്തിട്ട് ഇപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ പറയുമെന്ന് വിചാരിച്ചു. ET മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ കഴിഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, അതിമനോഹരമാണ്, നല്ല എഡ്യൂക്കേഷനുള്ള സ്ത്രീയാണ്. അവരെ പറഞ്ഞു, മുസ്ലിമീങ്ങളെ എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? മുസ്ലിമീങ്ങളെ ഇത്രമാത്രം ലോകം എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമുക്കൊക്കെ ഉള്ളൊരു ഉത്തരമാണത്. അപ്പോൾ ഞാനിങ്ങനെ കേട്ടിരുന്നു. വിദഗ്ധരായ ആളുകൾ പറയുമ്പോൾ നമ്മൾ കേട്ടിരിക്കാനേ പാടുള്ളൂ, അല്ലാതെ വെറുതെ എൻ്റെ അറിയിക്കേറിയാണ്ട് പറയരുത്. ആ സ്ത്രീ പറഞ്ഞു എന്നോട്, ആ MP ആണ്, അവിടുത്തെ മെമ്പർ ഓഫ് പാർലമെൻ്റ് ആണ്, അവരാണ് പിന്നെ ഞങ്ങളെ ഇങ്ങോട്ടൊക്കെ പാർലമെൻറ്റിലേക്ക് കൊണ്ടുപോയത്, ബഷീർ സാഹിബിനെ നമ്മളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ, അല്ലാതെ അവിടെ സംസാരിക്കാനൊന്നും നമുക്ക് പറ്റൂല. അപ്പം ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ആ സ്ത്രീ പറയാണ്, എന്താ പറഞ്ഞത്? മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവരെ ഇത്രമാത്രം ലോകം എതിർക്കാനുള്ള കാരണം ലോകത്തിലെ സാമ്പത്തിക വ്യവസ്ഥിതിയാണ്. കാരണം സാമ്പത്തിക വ്യവസ്ഥിതി എന്ന് പറയുന്നതിൽ ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കുന്നത്, സമ്പത്ത് എന്ന് പറയുന്നത് അറിയാതെ കുമിഞ്ഞുകൂടി വരുന്ന ഒരു സംഭവമുണ്ട്. അതൊന്ന് ഡ്രഗ്സാണ്, അഥവാ മയക്കുമരുന്ന് കച്ചവടമാണ്. മയക്കുമരുന്നിൻ്റെ കപ്പൽ പോവാന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടിയിട്ടാണ് പോണത്. ആ സാധനം ലോകത്തിലേക്ക് വ്യാപിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അതിനതിശക്തമായി കണിശമായി വിമർശിക്കുന്ന ഏകമതം, എല്ലാ മതക്കാരും അതിനെതിർക്കാറുണ്ട്, പക്ഷേ അത് ഹറാമായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിലേക്ക് തുടരുതേ, അതിലേക്ക് അടുക്കരുതേ, അതിലേക്ക് വലാ തഖ്റബ് എന്നാണ്, നിങ്ങൾ അതിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞത് മതം ഇസ്ലാമായതുകൊണ്ട്. വലാ തഖ്റബ് എന്നൊന്നും അവർ പറഞ്ഞില്ല, അത് ഞാൻ പറയാൻ മാത്രം. അങ്ങനെ ഏറ്റവും സ്ട്രിക്റ്റായി അതിനെ പ്രോഹിബിറ്റ് ചെയ്യുന്നത് കൊണ്ട് അവർ ആ വാക്ക ഉപയോഗിച്ചത്, സ്ട്രിക്ട്ലി പ്രോഹിബിറ്റ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇസ്ലാമിനെ ലോകം എതിർക്കുന്നു. കാരണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇങ്ങനെയുള്ള കച്ചവടം നടക്കാൻ വിഘ്നമായി നിൽക്കുന്നത്, തടസ്സമായി നിൽക്കുന്നത് ആരാണ്? മുസ്ലിമീങ്ങളാണ് എന്നതുകൊണ്ട്. യഥാർത്ഥ മുസ്ലിമീങ്ങൾ കേട്ടോ, എല്ലാ മുസ്ലിങ്ങളെന്ന് പറഞ്ഞിട്ടില്ല. ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും മുസ്ലിം കൂട്ടത്തിൽ. ഞാൻ മുസ്ലിങ്ങളെ പറ്റിയല്ല പറയുന്നത്, അതുകൊണ്ടാണ് എതിർക്കുന്നത്. രണ്ടാമത് പറഞ്ഞു, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മ്ലേച്ഛമായ രീതിയിൽ, ഏറ്റവും വളരെ ഡേർട്ടി, അവർ ആ വാക്ക ഉപയോഗിച്ചത്, അഥവാ വളരെ മോശമായ ചളിപുരണ്ട സമ്പത്ത് ഏതാണെന്നറിയോ? അത് സെക്സ് ടൂറിസമാണ്. ലോകത്തിൻ്റെ പല രാജ്യങ്ങളും സെക്സ് ടൂറിസം ഉണ്ട്, അത് വിശദീകരിച്ച് പറയുന്നില്ല. അതിലൂടെ കിട്ടുന്ന സമ്പത്ത് അതിൻ്റെ ഇതൊക്കെ ഗവൺമെൻറ്റിലേക്ക് കൊടുത്ത്, അതാണ്. അതിനെയും സ്ട്രിക്റ്റായിട്ട് വലാ തഖ്റബു സിന, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന് പറയുന്നത് ഇതേ കമ്മ്യൂണിറ്റിയാണ്.
അതുകൊണ്ട് ആ കൂട്ടരും ഇതിനെ എതിർത്തുകൊണ്ടേയിരിക്കും. മറ്റൊന്ന് ഏറ്റവും എക്സ്ട്രീം ഇൻട്രസ്റ്റ്, അങ്ങേയറ്റത്തെ പലിശ. എക്സ്ട്രീം ഇൻട്രസ്റ്റ് എന്ന ഭാഷ അവർ ഉപയോഗിച്ചത്. എക്സ്ട്രീം ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് അങ്ങേയറ്റത്തെ പലിശയുണ്ടല്ലോ, ആ പലിശ നിങ്ങൾ നിരോധിക്കുന്നത് കൊണ്ട്, അങ്ങേയറ്റത്തെ പലിശ നിരോധിക്കുന്നത് കൊണ്ട് ഇൻട്രസ്റ്റുകാരും, ലോകം ഒന്നാകെ ഇൻട്രസ്റ്റിലാണല്ലോ, അതുകൊണ്ട് അവരും നിങ്ങളെ എതിർത്തുകൊണ്ടിരിക്കുന്നു. ഇതൊരു കോർപ്പറേറ്റ് ഭീമന്മാരുടെ പ്രശ്നമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ലോകത്തിൽ പിന്നെ നിമിഷ നേരങ്ങളെ കൊണ്ട് പൈസ ഉണ്ടാക്കുന്ന ഒരൊറ്റ പണിയേ ഈ ലോകത്തിലുള്ളൂ. 1 സെക്കൻഡ്, ഒരൊറ്റ സെക്കൻഡിൽ ക്രോസ് കോടികളുടെ മേൽ കോടികൾ ഉണ്ടാക്കാനും നഷ്ടപ്പെടാനും ഈ ലോകത്തിലെ ഏക പരിപാടി ഗാംബ്ലിംഗ് ആണ്. ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ചൂതാട്ടമാണ്. നമ്മളാണ്ട് കൊണ്ടേങ്ങാണ്ട് 10 കോടിയാണ്ട് വെച്ചിട്ടാണ്ട് പറയാണ്, ഇതാ ഇതിപ്പോൾ ഇങ്ങനെ ആയാൽ അങ്ങനെ, ഒറ്റ മിനിറ്റ് കൊണ്ട് ചോദ്യം കഴിയും, ഉത്തരം കഴിയും, എന്തായി? ഗാംബ്ലിങ്ങിൻ്റെ ഉത്തരവായി നമ്മളെ പൈസ മുഴുവൻ പോവുകയും ചെയ്യും. ബെൻസ് കാറും കൊണ്ട് അങ്ങോട്ട് പോയാൽ ബെൽറ്റ് പോലെ ഊരി വെച്ചിട്ട് ഇങ്ങോട്ട് പോരുക, അതാണ് ഗാംബ്ലിങ്. അതുകൊണ്ട് ഗാംബ്ലിങ്, ചൂതാട്ടം ഹറാമാണെന്ന് ഇസ്ലാം വിശ്വസിച്ചു. ഇസ്ലാം നമ്മളോട് പറഞ്ഞു, അതുകൊണ്ട് ചൂതാട്ടത്തിനും നിങ്ങൾ എതിരാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ കോർപ്പറേറ്റ് സെക്ടർ ഉണ്ടല്ലോ, അവരെ നിങ്ങൾക്കെതിരായി നിൽക്കുകയാണ്. ഇതൊന്നും മതത്തിൻ്റെ പേരിലേക്ക് ചാരരുത് എന്നാണ് ആ സ്ത്രീ നമ്മളോട് പറഞ്ഞത്. ഇതൊന്നും മതക്കാരല്ല ചെയ്യുന്നത്, ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഈ കോർപ്പറേറ്റ് ഭീമന്മാരാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇവരുടെ കച്ചവടത്തിന് വേണ്ടി, ഇവരുടെ ആ ഭ്രമത്തിന് വേണ്ടിയിട്ട് എല്ലാവരെയും വിഘടിക്കുകയും അതിലേക്ക് നിയോ ലിബറലിസം കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു കാലത്ത്, നിയോ ലിബറലിസം, എന്തിനാ നിയോ ലിബറലിസം കൊണ്ടുവരുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? ഇന്ത്യയിൽ 3 പൊളിറ്റിക്സേ ഉള്ളൂ. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം എൻ്റെ സഹോദരിമാർ, പ്രത്യേകിച്ചും ആണുങ്ങൾക്ക് കുറച്ചൊക്കെ അതറിയാം. കാരണം ഇന്ന് വീട്ടിൽ പേപ്പർ വന്നാൽ പിറ്റേന്നും ഇങ്ങനെ മടങ്ങി ഇരിക്കുന്ന ഒരു കാലമാണ്. പേപ്പർ വായിക്കാൻ പോലും ആൾക്കാരില്ല. കുട്ടികൾ പറയല് ഞങ്ങളിത് മൊബൈലിൽ നോക്കുന്നുണ്ടെന്ന, ഓൺലൈൻ നോക്കുന്നുണ്ടല്ല. ഇന്നും ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന ഒരു സാധനമാണ് മൊബൈൽ. ഏത്? ആപ്പിളിൻ്റെ CEO ഉണ്ടായിരുന്നു സ്റ്റീവ് ജോബ്സ്, ഈ അടുത്തിടെ മരിച്ചുപോയി. അദ്ദേഹം ഇതിൻ്റെ ഉള്ളിലല്ല കുത്തിയിരുന്ന് എഴുതിയത്, പുസ്തകമാണ് രചിച്ചത്. ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി കണ്ടെത്തിയ ആൾക്ക് പിന്നെ പുസ്തകം എഴുതേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് പേപ്പർ റീഡിംഗ് എന്ന് പറഞ്ഞത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു എഡിറ്റോറിയൽ ബോർഡുണ്ട്, പേപ്പറിലൊരു എഡിറ്റോറിയൽ ബോർഡുണ്ട്, അതാ നമ്മൾ വായിക്കേണ്ടത്. തീരെ നമ്മൾ വായിക്കാത്ത പരിപാടി അതാണ്. അതിലാണ് എല്ലാ അനാലിസിസും വരിക. അങ്ങനെ വായിക്കാത്തൊരു സമൂഹം നമുക്കിടയിൽ ഉണ്ടായതുകൊണ്ട്, ഞാൻ അടക്കം ഉണ്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളോടും പറഞ്ഞോട്ടെ, ഈ പറയുന്ന സാധനം എന്ന് പറയുന്നതുണ്ടല്ലോ, ഈ നിയോ ലിബറലിസം, അതെന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വരുന്നതെന്നറിയോ? ഇതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. പൊളിറ്റിക്സിൽ മൂല്യത്തോടു കൂടി പോകുന്ന ആളുകൾക്കിടയിൽ ദുർവികിരണം നടത്തി അങ്ങനെ ഒരു വികാരം കൊണ്ടുവന്ന് അങ്ങനെ മാതാപിതാക്കളെ എതിർക്കുന്നൊരവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോവാണ്. എന്നിട്ട് അരാജക ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വളരെ ചിന്തിക്കണം ഞാൻ പറയുന്നത്. കോളേജിലും സ്കൂളിലുമൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് പാരൻസിനോട് ദേഷ്യമാണ്. ഞാൻ നേരെ കുടുംബത്തിലേക്ക് മെല്ലെ ഇറങ്ങുകയാണ്. കാരണം എന്താണെന്നറിയോ? അവർക്ക് തോന്നിയ പോലെ ജീവിക്കണം. ഇപ്പം പെൺകുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്തിനാ കല്യാണമില്ലാതെയും ജീവിച്ചുകൂടെ? ഒരു മനുഷ്യൻ്റെ ബേസിക് സാധനമാണ്, ബേസിക് തേഴ്സ്റ്റ് എന്ന് പറയുന്നതാണ് വെള്ളം കുടിക്കുക ദാഹിച്ചാൽ എന്നത്. ഇതേപോലൊരു മനുഷ്യൻ്റെ ബേസിക് തേഴ്സ്റ്റ് തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ മാനുഷികമായ വികാരങ്ങളാണ് നമ്മൾ പറയുന്ന സംസർഗം എന്നൊക്കെ പറയുന്നത്. ഞാനതിനെ ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് വിശദീകരിച്ച് പറയുന്നില്ല. അതെന്തായാലും ഈ ലോകത്തിൽ നടപ്പിലാക്കണം. കാരണം മനുഷ്യൻ അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതിന് അള്ളാഹു കനിഞ്ഞരുളിയ, ദൈവം തന്നെ പറഞ്ഞിട്ടുള്ള ഒന്നാണ് വിവാഹം. അല്ലെങ്കിലും അത് നടക്കും, പക്ഷെ അത് അന്യായമായ ലോകത്തിലൂടെ നടക്കും, മോശപ്പെട്ട ലോകത്തിലൂടെ നടക്കും. അപ്പം കുട്ടികൾ ചോദിക്കുകയാണ്, എന്തിനാണ് മാരേജ്? ഇന്നത്തെ കാലഘട്ടത്തിലെ ചോദ്യമാണ്, എന്തിനാ മാരേജ്? വേറൊരു ചോദ്യമാണ്, എന്താ ഇപ്പോൾ കുറച്ചൊന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും കൂടി ഒന്നിച്ചിരുന്നാൽ അല്ലെങ്കിൽ ഒന്നിച്ചു നടന്നാൽ അതിനെ പിന്താങ്ങുന്ന രാഷ്ട്രീയവും. ഞാൻ രാഷ്ട്രീയത്തിൻ്റെ പേരെടുത്ത് പറയുന്നില്ല, കാരണം ആൺകുട്ടികളെ പോലെ പെൺകുട്ടികളും, അത് നേരെ ഓപ്പോസിറ്റ് പറയുന്നില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേപോലെ ആകണം എന്ന് പറയുമ്പോൾ വലിച്ചുകൊണ്ടിരുന്നത് ആൺകുട്ടികളുടെ സൈഡിലേക്കാണ്. ആൺകുട്ടിയെപ്പോലെ ജീൻസ് പാൻറ് ഇടണമെന്ന്, ആൺകുട്ടിയെപ്പോലെ എന്തിടണമെന്ന്, ടീഷർട്ട് ഇടണമെന്ന്, ഞാൻ അതിനൊന്നും എതിര് പറയല്ല. പക്ഷേ ആണുങ്ങളുടെ ആധിപത്യം പറയാണ്. ഇതിലെപ്പോഴെങ്കിലും പറയാറുണ്ട്, ഇപ്പോൾ ഇവിടെ നിയമസഭ, നഗരസഭ എന്തെങ്കിലുമൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ നടപ്പിലാക്കാമെന്ന് വിചാരിക്കും. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആരോ എനിക്കൊരു നെഗറ്റീവ് കമൻ്റ് എഴുതിയിരുന്നു, പിണറായി വിജയൻ സാരി ഉടുക്കുമോ എന്ന് ഞാനേതോ പ്രസംഗത്തെ ചോദിച്ചു അത്രേ. ഈ പെണ്ണുങ്ങളെപ്പോലെ ആണുങ്ങളും വേണമെന്ന് പറയുമ്പോൾ എന്ത് വേണം? ഇവരൊരു ദിവസമെങ്കിലും ചുരിദാറിട്ട് വരണം.
അപ്പോഴല്ലേ ഈക്വൽ ആവുള്ളൂ. ശരി, 3 ദിവസം പെൺകുട്ടികൾ പാൻറ്റും ജീൻസും ഇടാം. പക്ഷെ ഇപ്പുറത്ത് 3 ദിവസം ആൺകുട്ടികൾ എന്താക്കണം? ആ സമയത്ത് നിങ്ങളെന്താ പറയാത്തെ? ആൺകുട്ടികളുടെ ഡ്രസ്സൊന്നും മാറൂല, ആ ആധിപത്യം എന്നുണ്ടാവും. ഫ്ലൈറ്റിലെ ഹെയർ ഹോസ്റ്റസ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല ഇത് ഇടുന്നത്. അവർ വളരെ ഇങ്ങോട്ട് കയറിയിട്ടുള്ള സാധനം ഇടാൻ ആരാ പറയുന്നത്? ആൺവർഗമാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല ഇത് ഇടുന്നത്. അവരത് കഴിഞ്ഞാൽ ഡ്യൂട്ടി കഴിഞ്ഞാൽ അവരെ നല്ല സാരിയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ആരോ പറയുന്നതാണ്. ഈ ലോകത്തിൽ അങ്ങനെ ഒരു ആധിപത്യമുണ്ട്. എവിടെ എടുത്താലും ആൺവർഗത്തിൻ്റെ ഒരു ആധിപത്യം. എന്നിട്ട് അതെല്ലാം കൂടി ഒരു മതത്തിൻ്റെ പേരിൽ കൊണ്ടുവന്നിടുകയും ചെയ്യും. ആ ആൺവർഗത്തിൻ്റെ ആധിപത്യത്തിൽപ്പെട്ടതാണ് ലോകത്തിൽ ഏറ്റവും ടോപ്പ് എഴുത്തുകാരെടുത്ത് നോക്ക്. എത്രയോ പെണ്ണുങ്ങൾ അതിമനോഹരമായി എഴുതിയിട്ടുണ്ട്. ഷേക്സ്പിയറിന് എഴുതി കൊടുത്തത് പോലും ഒരു പെണ്ണാണ് എന്ന് ക്രിറ്റിസിസം ഉണ്ട്. ദസ്തേവിസ്കി ആയത് ഓടയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അതിമനോഹരമായി എഴുത്തുകാരനാക്കിയത് ദസ്തേവിസ്കി അന്ന കെർനീന എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. ആ അന്നയെ കുറിച്ചിട്ട് അധികമൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഇങ്ങനൊരു പുരുഷാധിപത്യത്തിന്റെ ലോകം വന്നിട്ട് അവർക്ക് പേക്കൂത്തുകൾ നടക്കാൻ വേണ്ടിയിട്ട് ആൺവർഗത്തെയും പെൺവർഗത്തെയും അങ്ങനെയാക്കണം ഇങ്ങനെയാക്കണം എന്ന് പൊളിറ്റിക്സിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ പ്രശ്നം. പോളിറ്റിക്സിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനു വേണ്ടിയിട്ട് വലിയ വലിയ സമരമുഖകൾ മനസ്സിൻ്റെ ഉള്ളിലെങ്കിലും ചേർക്കുകയാണ്. അപ്പം എന്താ വേണ്ടത്? നിരീശ്വരവാദത്വത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും അഴകുടമ്പൻ ജീവിതത്തിൻ്റെ ഒരു ലോകം തീർത്തിട്ട് വേണം ഇവരെ ഭിന്നമാക്കാൻ, ഇവരെ ഛിന്ന ഭിന്നമാക്കാൻ. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? നിങ്ങൾ കുറേ നേരമായിട്ട് ഇരിക്കുന്നതുകൊണ്ട് പ്രയാസമില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റിട്ടൊന്ന് ഇരുന്നാട്ടെ. പ്രയാസമില്ലെങ്കിൽ കേട്ടോ, ഉസ്താദുമാരൊക്കെ അവിടെ ഇരുന്നോളി കേട്ടോ, പ്രായം ചെന്നവരൊക്കെ അവിടെ ഇരുന്നോളി. അടുത്തുള്ളവർക്ക് ഒന്ന് കൈ കൊടുത്താട്ടെ ഇൻഷാ അല്ലാ. ഇതൊരു ക്യാമ്പായിട്ട് കണ്ടാൽ മതി. നമ്മൾ ഇതുവരെ അടുത്തുള്ള ആൾക്ക് ചിലപ്പോൾ ഒരു കൈ കൊടുത്തിട്ടുണ്ട്. വെറുതെ ഒന്നാണ് കൊടുത്തേക്കിൻ. അടുത്തുള്ള ആൾക്കൊരു കൈയൊക്കെ കൊടുത്തിട്ട് ഉഷാറായിട്ട് ഇൻഷാ അല്ലാ ഒന്ന് ഇരുന്നാട്ടെ. ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് എഴുന്നേറ്റ് ഇരിക്കുന്നത് നമ്മുടെ ശരീരത്തിനും നല്ലതാണ്. ഇരുന്നോളി. എണീറ്റുകാണ്ട് ഇങ്ങനെ പോവല്ലേ കേട്ടോ, അവിടെ തന്നെ ഇരിക്കും. അപ്പം ഏത് രാഷ്ട്രീയത്തിലൂടെയാണ്? ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഏത് രാഷ്ട്രീയത്തിലൂടെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ട്, ഫോർ എക്സാമ്പിൾ, നിയോ ലിബറലിസ്റ്റിൻ്റെ ഒരു നേതാവിനോട് ചോദിക്കുകയാണ്, വ്യക്തിഹത്യ നമ്മൾ ചെയ്യുന്നില്ല, ഒരു നേതാവിനോട് ചോദിക്കുകയാണ്, ഒരു ഉമ്മാക്കും മോനക്കും അല്ലെങ്കിൽ ഒരു മാതാവിനും മകനും മോശമായൊരു ചിന്ത പരസ്പരം തോന്നിക്കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമ്പോൾ വീഡിയോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. എവിടെ എത്തി നിയോ ലിബറലിസം എന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അയാൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അതിനെന്താ പ്രശ്നം എന്നാണ്. ഒരു മാതാവിന് തോന്നുകയാണ് മകനോട് അങ്ങനെ മോശമായ രീതിയിലൊക്കെ ജീവിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെന്താ പ്രശ്നം? വാട്ട്സ് ദ ഇഷ്യൂ ബിഹൈൻഡ് ദാറ്റ്? അതിൻ്റെ പിന്നിൽ എന്ത് ഇഷ്യൂ ആണുള്ളത്? തോന്നിയ മാതിരി ആകാം എന്ന് മൂപ്പരിങ്ങനെ പറയാം. മൂപ്പർക്കും കീ ജയ് വിളിക്കാൻ ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. മുമ്പ് ഞാൻ എപ്പോഴും ഒരു പ്രസംഗം പ്രസംഗിച്ചു. ആ പ്രസംഗം എനിക്ക് കേട്ടതിൻ്റെ ശരി പേടിയില്ല. പക്ഷേ അത് കേരളത്തിലൊന്നും ഇല്ലല്ലോ, വെറുതെ പറഞ്ഞിട്ടില്ല. യൂറോപ്പിൽ നടക്കുന്നൊരു സംഭവം പറഞ്ഞതാണ്. കീ എക്സ്ചേഞ്ച് വിശദീകരിച്ച് ഞാൻ പറഞ്ഞില്ല. അത് എറണാകുളത്ത് നടന്നു. 5 ഭാര്യമാർ പോവുക, 5 ഭർത്താക്കന്മാർ കൂടെ 5 വണ്ടിയിലാണ് പോണത്. എന്നിട്ട് ഒന്നിച്ച് എറണാകുളത്ത് നിന്ന് ഫുഡ് കഴിക്കുക. ഫുഡ് കഴിച്ചതിന് ശേഷം അപ്പോഴും കെട്ടുന്നത് പെണ്ണിൻ്റെ കണ്ണാണ്. അവിടെ വിഷയം ആണിൻ്റെ കണ്ണ് കെട്ടണില്ല. എല്ലാം കറുത്ത ഇതായിട്ട് അല്ലെങ്കിൽ അവരുടെ ഷാള് വാങ്ങിയിട്ട് കിട്ടുക. നിങ്ങൾ വായിച്ചില്ലേ പത്രത്തിൽ? എന്നിട്ട് പോയിട്ട് കീ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചാവി ഷഫിൾ ചെയ്തിട്ടാണ്ട് ഇടും. എന്നിട്ട് ഏത് ചാവിയാണോ എടുക്കുന്നത് ആ വണ്ടിക്കാരൻ്റെ കൂടെ അന്ന് പോവുക. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ജാള്യത തോന്നും. ഇയാൾ എന്തൊക്കെയായി പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് തോന്നും. ഞാൻ കാലഘട്ടത്തെ വായിച്ചുകൊണ്ട് പറയുന്നത്, ഈസ് ഇറ്റ് നിയോ ലിബറലിസം? നിങ്ങൾ പറയുന്ന ലിബറലിസം ഇതാണോ? 5 ആളുകൾ തമ്മിൽ ടൂറ് പോയിട്ട് അവസാനം ഭാര്യമാരെ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് അവർക്ക് പറയാൻ മടിയായതുകൊണ്ട് കീ എക്സ്ചേഞ്ച് എന്ന പേര് കൊടുത്തിട്ട് അങ്ങനെ പോലും ജീവിക്കുന്ന ജീവിതം തെറ്റില്ല എന്ന് പറയുന്ന നിയോ ലിബറലിസത്തിന്റെ കാലത്ത് നമ്മൾ മനസ്സിലാക്കണം, ഈ അജണ്ട ഇങ്ങനെ വന്ന് അവസാനം നമ്മുടെ വീടിന്റെ മുറ്റത്തേക്ക് എത്തുന്നത് വരെ ഈ യൂണിറ്റിയുടെ യഥാർത്ഥമായ ആഴം നമുക്കറിയില്ല. ഈ കാണുന്ന അചഞ്ചലമായ വിശ്വാസത്തിന്റെ പ്രമാണങ്ങൾ നമുക്കറിയില്ല. വന്ന് സ്വന്തം മാതാവിനെ, എന്നോടൊരു മാതാവ് കൗൺസിലിങ്ങിൽ പറഞ്ഞൊരു സംഭവമുണ്ട്. ഞാൻ ഏതൊരു സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ട്. എന്നെ വിളിച്ചിട്ട് കരഞ്ഞോണ്ട് പറയാം, സാറേ നിങ്ങൾ എനിക്കൊരു അരമണിക്കൂർ സമയം തരുമോ? അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ സമയം കൊടുക്കാൻ എൻ്റെ അസിസ്റ്റന്റുമാരായി 4-5 ആൾക്കാരുണ്ട്, ആരെങ്കിലും സമയം ഞാൻ വാങ്ങിത്തരാം. ഞാൻ വിളിച്ചു പറഞ്ഞാൽ അവർ സമയം തരും. അവർ സാർ എനിക്ക് നിങ്ങളെ തന്നെ കിട്ടണം. അവസാനം ഞാൻ പറഞ്ഞു, ഇല്ല നിങ്ങൾ അവരുടെ അടുത്ത് പോയിക്കോളൂ, ഞാൻ ഈ പരിപാടിയെ നിർത്തി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ കരയാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്താ പ്രശ്നം? കരയുന്ന ഒരാളുടേത് കേൾക്കണമല്ലോ. പങ്കെടുക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലല്ലോ? ഇല്ല, ആയാ ഒന്ന് പറയണം. അവിടുന്ന് കൈ പൊക്കിയാൽ മതി. മൊബൈലിൽ നിന്ന് കൊടുത്തിട്ടുണ്ടാവൂലേ? ഇല്ല, ബാങ്ക് കഴിഞ്ഞോ?
അല്ല, ഈ ബാങ്കിൻ്റെ ഉസ്താദുമാരൊക്കെ ഇരിക്കേണ്ട അതിൻ്റെ ഫത്വ പറയാം. ബാങ്കിൻ്റെ സമയത്തിനല്ല നിർത്തേണ്ടത്, ഇങ്ങോട്ട് കേൾക്കണമെങ്കിലാണ് എന്താക്കേണ്ടത്, നിർത്തേണ്ടത്. അത് നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ നിർത്തിവെക്കണം എന്നാണ്, അല്ലാതെ സമയത്തിന് നിർത്തിവെക്കണം. ഇങ്ങോട്ട് കേട്ടിട്ടില്ലല്ലോ, കേട്ടിരുന്നോ? കേൾക്കണമെങ്കിൽ എന്തായാലും നിർത്തണേ, കാരണം നമ്മുടെ ഒരു ആചാരത്തിൻ്റെ, നമ്മുടെ ഒരു മൂല്യത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സ്ത്രീ എന്നെ വിളിച്ചിട്ട് സാർ നിങ്ങളെ തന്നെ കാണണമെന്ന് വീണ്ടും വീണ്ടും ശാഠ്യം വിളിച്ചപ്പോൾ കരയാൻ. ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ സാർ എൻ്റെ മകൻ ഇങ്ങനെയൊക്കെ ചില ഇതിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഒരാളാണ്, അപ്പം കുറേശ്ശൊക്കെ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു അതിനെന്താ പ്രശ്നം, അതൊന്ന് കൗൺസിലിംഗ് ചെയ്ത് മാറ്റിയാൽ പോരെ. അതല്ല സാർ എൻ്റെ പ്രശ്നം, അവൻ രാത്രിയിൽ വന്നിട്ട് എൻ്റെ കതക് മുട്ടുന്നു എന്നാണ്. രാത്രിയിൽ വന്നിട്ട് എൻ്റെ കതക് മുട്ടുന്നു എന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിയോ ലിബറലിസം പോയി എവിടെ എത്തി എന്ന് നമ്മൾ ആലോചിക്കും. ഞാനൊരു സൈക്കോളജിസ്റ്റായിട്ട് നിങ്ങളോട് പറയാം, എല്ലാം കൂടി നിങ്ങളുടെ മുമ്പ് പറഞ്ഞാൽ അവസാനം നമുക്ക് ഭ്രാന്തായി പോവും. ഇങ്ങനെ മനുഷ്യൻ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. വളരെ മോശമായ മേഖലയിലേക്ക് പോകാൻ ഇതൊരു കാരണമാകുന്നുണ്ടോ എന്ന് ലിബറലിസ്റ്റുകളെ ഞാൻ കുറ്റപ്പെടുത്തല്ല, ഞാൻ പറയുന്നത് എക്സ്ട്രീം ലിബറലിസത്തെക്കുറിച്ചാണ്. ലിബറലിസം നല്ലതാണ്, എല്ലാവരും ഒന്നിച്ചാവണം, എല്ലാവരും ഒരുപോലെയാകണം, എല്ലാവരും ഒരേപോലെ കാണണം, അതാണ് ലിബറലിസം എങ്കിൽ നല്ലത്. എക്സ്ട്രീം ലിബറലിസത്തിലേക്ക് പോയി അവസാനം 14 വയസ്സുള്ള മോന് സ്കൂളിൽ നിന്ന് പുറപ്പെടുന്നത് തന്നെ അവനാകെ മദ്യപിച്ചിട്ടും മയക്കുമരുന്നടിച്ചിട്ടാണ്. നിങ്ങൾ കണ്ടല്ലോ, 14 വയസ്സ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന് വരെ സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ അഴുകുഴമ്പൻ രീതിയിൽ ജീവിക്കുന്നതിൻ്റെ പേരാണ് എക്സ്ട്രീം ലിബറലിസം എന്ന് നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ, നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ മോശപ്പെട്ട ഒരു ലോകത്തിലൂടെ പോകാതിരിക്കാനാണ് മൂല്യത്തോടെയുള്ളൊരു രാഷ്ട്രീയം വേണമെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും മതസംഘടനകൾ പോരെ, അതിൻ്റെ കാര്യങ്ങൾ പോരെ. ഞാനൊരു സംഘടന ഇല്ലാത്തതുകൊണ്ട് പറയാം, എല്ലാ സംഘടനക്കാരും പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും മാനിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്താതെ പറഞ്ഞോട്ടെ. നമുക്ക് നിയമനിർമ്മാണം നടക്കേണ്ടത് സത്യത്തിൽ തെരുവുകളിലല്ല. നമുക്ക് നിയമം നിർമ്മിക്കപ്പെടേണ്ടത് ഒരിക്കലും ആഗോള തലത്തിൽ ഇറങ്ങിയത് കൊണ്ടാകില്ല. ഇന്ന് അമേരിക്കയ്ക്കെതിരെ അതിമനോഹരമായി ഇസ്രായേലിനെതിരെ ലോകരാജ്യങ്ങൾ സമരം നടത്തുന്നത് നല്ലത്, വിപ്ലവാത്മകമായ സമരമാണ്. പക്ഷേ നിയമം നിർമ്മിക്കുന്നതും അതിനെ അങ്ങോട്ടിങ്ങോട്ടും ടെസ്റ്റ് ചെയ്യുന്നതും നിയമസഭകളാണ്, ലോക്സഭകളാണ്, രാജ്യസഭകളാണ്. ഇവിടെ ടി മുഹമ്മദ് ബഷീർ സാഹിബ് വരുമായിരിക്കാം, മരണ വീട്ടിലേക്ക് പോയതാണെന്നാണ് പറയുന്നത്. അദ്ദേഹം വിരൽ ചൂണ്ടി സംസാരിക്കുമ്പോൾ, MP അബ്ദുസമദ് സമദാനി സാഹിബ് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏത് മുസ്ലിം ലീഗിൻ്റെ MP-മാർ വിരൽ ചൂണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ, ഞാൻ എപ്പോഴോ സൂചിപ്പിച്ചിട്ടുണ്ട്, ആവർത്തിച്ചു പറയാമെന്ന് വിചാരിക്കരുത്, എൻ്റെ മനസ്സിൽ നിന്ന് മായാതെ പോയ ഒരു ചിത്രമുണ്ട്. മുസ്ലിം ലീഗിൻ്റെ സദസ്സിൽ ഞാൻ ആവേശത്തോടെ പറയാറുണ്ട്, അന്ന് എനിക്ക് 17-18 വയസ്സാണ് പ്രായം. ഞാനൊരിക്കൽ പാർലമെൻറ്റ് സന്ദർശിച്ച അന്ന് ആദ്യത്തെ സന്ദർശനമാണ്. ഗുലാം മഹ്മൂദ് ബനാത്തുവാല സാഹിബ് അവിടെ നിന്നിട്ട് സംസാരിക്കാൻ വേണ്ടി പോവാൻ. 8ഓളം ആളുകൾ പാസ്റ്റ് GM എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമദാനി സാഹിബിൻ്റെ കൂടെ അന്ന് ആദ്യം അദ്ദേഹം രാജ്യസഭ ആയപ്പോൾ ആ സമയത്തൊന്ന് കയറാൻ വേണ്ടി ചെന്നതാണ്. ലോക്സഭയിൽ സംസാരം നടക്കുന്നു. അന്ന് 2-3 MP-മാരെ BJP-ക്കുള്ളൂ. ആ സമയത്ത് അവരുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയുണ്ട്, അതിശക്തമായി വാദിക്കുന്ന ഒരു സ്ത്രീയാണ്. അവർ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് വളരെ ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. 8 MP-മാരുണ്ട്. അന്ന് കേരളത്തിൽ നിന്ന് പോയവർ നിരന്നിരിക്കുന്നു. അവരെല്ലാവരും പാസ്റ്റ് GM എന്ന് പറഞ്ഞാൽ ഗുലാം മഹ്മൂദ് ബനാത്തുവാല സാഹിബിന് ഞങ്ങളുടെ സമയം കൊടുക്കുന്നു എന്നാണ്. അന്നങ്ങനെ പറ്റുമായിരുന്നു. അങ്ങനെ ഏതായാലും സമയം കൊടുക്കുന്നു എന്നാണ്. 8 പേരുടെ സമയം എടുത്തിട്ട് ഗുലാം മഹ്മൂദ് ബനാത്തുവാല സാഹിബ് കണ്ട് എഴുന്നേൽക്കുകയാണ്, തലയില്ലാ തൊപ്പിയും വെച്ചിട്ട്. ദ ടെറിഫിക് മെന്റാലിറ്റി, എനിക്ക് ഓർമ്മയുണ്ട് ആദ്യം തന്നെ പറഞ്ഞ വാക്ക്, ദ ടെറിഫിക് മെന്റാലിറ്റി. ഈ ഒരു ഭീകരമായ മനസ്ഥിതി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്, അത് അവിടെ ഡൽഹിയിലെ തെരുവിൽ മുസ്ലിമീങ്ങളെ കത്തിച്ചിട്ട് അവിടുന്ന് ആളുകളെ ഒഴിപ്പിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നായിരുന്നു അന്ന് ഗുലാം മഹ്മൂദ് ബനാത്തുവാല സാഹിബ്. പറഞ്ഞ് ദ ബെസ്റ്റ് പാർലമെന്റേറിയൻ, 540 MP-മാരിൽ ബെസ്റ്റായിരുന്നു അന്ന് ബനാത്തുവാല സാഹിബ്. അത് ബനാത്തുവാല സാഹിബിന്റെ മാത്രം മിടുക്കല്ല, ബനാത്തുവാല സാഹിബിനെ അങ്ങനെ എത്തിച്ച ഒരു പ്രസ്ഥാനമുണ്ട്. അതിൻ്റെ പേരാണ് IUML, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന്. ആ സമയത്ത് 540 MP-മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ വാതോരാതെ സംസാരിക്കുമ്പോൾ, അഥവാ ബനാത്തുവാല സാഹിബിൻ്റെ സംസാരം കേട്ടു നോക്കുക, ടെർമിനോളജി കൂടുതലായിരിക്കും, ഭാഷയുടെ വാക്കുകൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിമനോഹരമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ അതിൻ്റെ ചെയർ പറയുകയാണ്, പ്ലീസ് GM പ്ലീസ് ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചപ്പോൾ
അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, യു കനോട്ട് സ്റ്റോപ്പ് മീ ബിക്കോസ് ഐ എം ദ വോയിസ് ഓഫ് മൈ സൊസൈറ്റി. ഞാൻ എൻ്റെ സമുദായത്തിൻ്റെ ശബ്ദമാണ്, നിങ്ങൾക്കാർക്കും എന്നെ ഇരുത്താൻ കഴിയില്ല എന്ന്. ആ ഒരു വിരൽ തുമ്പത്ത് ഈ കാണുന്ന മുഴുവൻ ജനതയുടെയും കണ്ണുനീരുണ്ട്, അവരുടെ മുഴുവനും ആവേശമുണ്ട്. അതുകൊണ്ടാണ് MP-മാർ വിരൽ ചൂണ്ടിയിട്ട് ഭാരതത്തിന് വേണ്ടി, ഈ ഇന്ത്യക്ക് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഇവിടെയുള്ള സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഇത് കേവലം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി നിങ്ങൾ കാണല്ലേ. ഞാൻ മുസ്ലിം ലീഗിനെ കൊണ്ടുപോയിട്ട് ഏകദേശം ആകാശത്തേക്ക് കൊണ്ടുപോവല്ല, റിയാലിറ്റി ഞാൻ പറയാണ്. നിങ്ങളറിയോ, ഈ ഒരു യൂണിറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന അവസ്ഥകൾ നിങ്ങൾക്കറിയോ? ഈ ഒരു ഐക്യം നഷ്ടപ്പെട്ടു പോയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയോ? അതറിയണമെങ്കിൽ നിങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് സന്ദർശിക്കണം, ഉത്തരേന്ത്യയിൽ പോയിട്ടൊന്ന് കാണണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബം, ആ കുടുംബത്തിൽ ഒന്നാന്തരമായി കാര്യങ്ങൾ നടക്കണമെങ്കിൽ, ആ കുടുംബം നിലനിൽക്കണമെങ്കിൽ ബേജാറില്ലാത്തൊരു ജീവിതം വേണ്ടേ? ഇപ്പം എന്താ ഫലസ്തീനിൽ നടക്കുന്നത്? ഫലസ്തീനിൽ നടക്കുന്നത് അക്രമം വന്നിട്ട് ആളുകൾ ഒഴിഞ്ഞു. ഇന്നിപ്പോൾ ഇസ്രായേലിൻ്റെ പ്രസ്താവന വന്നിരിക്കുകയാണ്, അഥവാ അവസാനത്തെ കുഞ്ഞും ഗസ വിട്ടോടുന്നത് വരെ ഞങ്ങളുടെ ആക്രമണം തുടർന്നു കൊണ്ടേയിരിക്കുമെന്നാണ്. ഒരൊറ്റ കുട്ടിയും അവിടെ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. നമ്മളെന്താ വിചാരിച്ചത്? ആളുകൾ തെരുവിലിറങ്ങിയത് കൊണ്ട് കാര്യമാകില്ല, അതിന് നിയമനിർമ്മാണം വേണം, മിണ്ടാതിരിക്കുന്ന രാജ്യങ്ങൾ മിണ്ടാൻ തുടങ്ങണം എന്ന് പറയുന്നത് പോലെ ഭാവിയിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കാനും ചിന്തിക്കാനും ആളുകൾ ഉണ്ടാകണമെങ്കിൽ ഒരു പാർട്ടി നിലനിൽക്കേണ്ടതുണ്ട്. കേവലം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഒരു പാർട്ടിയായിട്ട് നിങ്ങൾ കാണല്ലേ, കാരണം അത് മൂല്യവത്തായ ഒരു പാർട്ടിയാണ്. ആ മൂല്യവത്തായ പാർട്ടിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് മൂല്യത്തോടു കൂടി രാഷ്ട്രീയത്തെ കൊണ്ടുപോവുക എന്നത്. മനുഷ്യരാണ്, ചില കുറവുകൾ ഉണ്ടാകും. ആ കുറവുകളെ നമ്മൾ ഒരിക്കലും പർവ്വതീകരിച്ച് കാണരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഇരിക്കുന്ന ലോക്കൽ നേതാക്കന്മാർ, ലോക്കൽ എന്ന് പറഞ്ഞാൽ ലോക്കൽ അല്ല, എൻ്റെ അർത്ഥം ഇവിടെ നാട്ടിലുള്ള നേതാക്കന്മാർ, അവർക്ക് അവരുടേതായ ചില കുറവുകൾ ഉണ്ടാകാം. അതിപ്പോൾ എൻ്റെ നാട്ടിൽ വന്നിട്ട് ഞാൻ എങ്ങനെ സ്റ്റേജിലിരിക്കുമ്പോൾ എൻ്റെ കുറവുകൾ പറയുന്ന ആൾക്കാരുണ്ടാകാം. അതൊന്നും ഇവിടെ ഒരു ഭാഗമാകരുത്. ഒറ്റക്കെട്ടായി മുന്നേറാനാണ് നമ്മളിവിടെ നിൽക്കുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ വരുന്നതെന്നറിയോ? ഇപ്പം ഡ്രഗ്സ് എന്തുമാത്രം വ്യാപിച്ചു, നിങ്ങളതിനെപ്പറ്റി അറിയുന്നുണ്ടോ? അതിൻ്റെ രാഷ്ട്രീയം അറിയുന്നുണ്ടോ? അതിൻ്റെ ബിസിനസ് അറിയുന്നുണ്ടോ? നമ്മൾ വിചാരിച്ചത് എവിടെ നിന്നൊക്കെ വരുന്നു എന്നല്ലേ. കാസർഗോഡ് ജില്ലയിലേക്ക് കടന്നു വരുന്നത് ബാംഗ്ലൂർ വഴിയാണ്, പാലക്കാട് ജില്ലയിലേക്ക് കടന്നു വരുന്നത് ചെന്നൈ വഴിയാണ്, ആ ഭാഗത്തേക്ക് കടന്നു വരുന്നത് ചില ഷിപ്പ് വഴിയാണ്. നിങ്ങൾ കേട്ടില്ല, ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിൻ്റെ ഷിപ്പ് പിടിച്ച സ്ഥലം ഗുജറാത്താണ്. കാരണം ഇതൊക്കെ ഭീമാകാരന്മാരായ ആളുകളുടെ പ്രവൃത്തികളാണ്. നമ്മൾ അവസാന ശ്വാസം വരെ ഇതിനെതിരെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിനെയൊക്കെ വിഭാടനം ചെയ്യണമെങ്കിൽ, സത്യത്തിൽ നമ്മുടെ മക്കളെ നമുക്ക് തിരിച്ചു പിടിക്കണമെങ്കിൽ യശസ്സായ ഒരു ഐക്യം നമുക്ക് നിർബന്ധമാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുസ്ലിം ലീഗിൽ മെമ്പർഷിപ്പുള്ള ആളല്ല, ഞാൻ യൂത്ത് ലീഗിൽ മെമ്പർഷിപ്പുള്ള ആളല്ല, ലോകത്തിലെ ഒരു പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പുള്ള ആളല്ല. ഞാൻ മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്നു. വേറൊരു പാർട്ടിയുടെ പരിപാടിക്ക് ഞാൻ പോയില്ലല്ലോ. കോൺഗ്രസ്സുകാരെ വിളിച്ചിട്ട് രാഹുൽ ഗാന്ധിയുടെ ഒരു പരിപാടിക്ക് ഞാൻ പോയിട്ടുണ്ട്, അത് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട യാത്രയുടെ ഒരു വലിയ പരിപാടിക്ക് ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ മെമ്പർഷിപ്പ് എടുക്കാത്തതെന്നറിയോ? മുസ്ലിം ലീഗിൽ മെമ്പർഷിപ്പ് എടുക്കാത്തത് നിങ്ങളോട് പറയാണ്, മെമ്പർഷിപ്പ് എടുത്താലേ നിങ്ങൾക്ക് പുറത്താക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മെമ്പർഷിപ്പ് എടുക്കാത്ത ഒരാളെ നിങ്ങൾക്ക് പുറത്താക്കാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ആൻസറാണത്. മെമ്പർഷിപ്പ് എടുക്കാത്ത ഒരാളെ എന്താക്കാൻ പറ്റില്ല. ഞാൻ ഒരു പ്രസ്ഥാനത്തിലില്ല, കാരണം ആ പ്രസ്ഥാനക്കാർക്ക് എന്നെ പുറത്താക്കാൻ പറ്റില്ല, കാരണം ആ പ്രസ്ഥാനത്തിലൊന്നും ഞാൻ മെമ്പറല്ല. അതുകൊണ്ട് അങ്ങനെയും ചില ആളുകൾ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പറയാം. ഞാൻ വലിയ സംഭവമാണെന്ന് പറയല്ല, എല്ലാവർക്കും വേണ്ടി സംസാരിക്കാനും ആളുകൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയാണ് നമുക്കുള്ളത്. ആരെയും വിവേചിച്ചു കാണാതെ, ഒരു കുപ്പായത്തെയും മോശമായി കാണാതെ, ഒരു കളറിനെയും മോശമായി കാണാതെ, നല്ല അവസ്ഥയിൽ എല്ലാവരെയും സ്നേഹിച്ച് നെഞ്ചിൽ ചേർക്കുന്ന ആളുകൾ ഉണ്ടാകട്ടെ. അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേര് കൂടിയാണ്, ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, KMCC എന്ന് നിങ്ങൾ തിരിച്ചറിയണം. കാരണം കഴിഞ്ഞ കാലത്ത് കൊറോണ വന്നപ്പോൾ ഫ്ലൈറ്റുകൾ ഓരോന്നായി അവിടെ നിന്ന് കടന്നു വരുമ്പോൾ അവസാനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന വിവേചനം പോലില്ല. എല്ലാവരും അന്തം വിട്ട് നിൽക്കാൻ. അന്ന് ഗൾഫിൽ നിന്ന് തുരുതുര അദ്ദേഹത്തിൻ്റെ വൈകുന്നേര പരിപാടികളിൽ കോളുകൾ വന്നപ്പോൾ ഒരു ദിവസം അറിയാതെയാണെങ്കിലും അദ്ദേഹം പറഞ്ഞു പോയി, ഗൾഫിലുള്ള അവിടെ ദുബായിലുള്ള ആളുകളോട് പറഞ്ഞു പോയി, നിങ്ങൾ KMCCയോട് പറഞ്ഞേക്കൂ എന്ന്. അഥവാ KMCC ആണ് അവിടെ ഉള്ളത്, അവർ ഫ്ലൈറ്റ് എടുത്തിട്ട് നിങ്ങളെ കൊണ്ടുവരുമെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പോലും പറയേണ്ടി വന്ന സന്ദർഭമുണ്ട്.
ദാറ്റ് ഈസ് KMCC. അതായിരിക്കണം KMCC. അതാണ് KMCC എന്നതാണ്. ആ KMCCയുടെ ഒരു പരിപാടി സംഘടിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നഷ്ടപ്പെടാതെ പോകേണ്ടത് ഈ ഐക്യമാണ്, നമ്മുടെ കുടുംബത്തിൻ്റെ ഐക്യവുമാണ്. കുടുംബത്തിൻ്റെ ഐക്യം എങ്ങനെ നിലനിർത്തുക? രാഷ്ട്രീയത്തിൽ ഐക്യം പോലെ കുടുംബത്തിലൊരു ഐക്യമുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ പരിപാടിക്ക് വന്നപ്പോഴും ഇളച്ചി മൂത്തച്ചി, നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ പറയും നാട്ടിൽ? അങ്ങനെ പറയലില്ലേ? ജ്യേഷ്ഠൻ്റെ ഭാര്യ അനുജൻ്റെ ഭാര്യയ്ക്ക് ഇളച്ചി മൂത്തച്ചി എന്ന് തന്നെയല്ലേ പറയാം? ഉറപ്പല്ലേ? നമ്മൾ കേരളത്തിൻ്റെ പല ഭാഗത്തും പോകുമ്പോൾ ആണ്ട് കൊണ്ടൊക്കെ മാറും. ചിലപ്പോൾ ചിലടത്ത് ഇളച്ചി എന്നൊക്കെ പറഞ്ഞാൽ അച്ചിയാണല്ലോ. ചില ജില്ലയിൽ പറയാനേ പറ്റൂല. ചില ജില്ലയിൽ പോയാൽ വാപ്പനെ ബാപ്പാന്നല്ല വിളിക്കുക, അച്ഛാന്ന് തന്നെയാണ് വിളിക്കുക. മുസ്ലിങ്ങളും അച്ഛാന്ന് തന്നെ വിളിക്കുക, അമ്മനെ അമ്മയെന്നാണ് വിളിക്കുക. അപ്പോൾ നമ്മളവിടെ പോയി ഇങ്ങാണ്ട് വാപ്പ ഉമ്മ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് എന്തോ ഒരു കുറവായിട്ട് തോന്നും. അങ്ങനെ സംസാരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഒരു ജില്ല മൊത്തത്തിലെല്ലാം പറഞ്ഞാൽ ചില പ്രദേശത്ത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇളച്ചി മൂത്തച്ചി എന്ന് പറയുന്ന രണ്ടാൾക്കാർ, അവർ ഇപ്പോൾ ഈ പരിപാടിക്ക് വന്നിട്ടും സൗഹാർദ്ദമില്ലാതെ ദൂരെ പോയി ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ കുഴപ്പമുണ്ടെന്നുള്ളതാണ്. സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ ദൂരമായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അമ്മായിമ്മയും മരുവോളും കൂടി ഒന്നിച്ചിട്ടല്ല ഇരിക്കുന്നതെങ്കിൽ സൗഹാർദ്ദത്തിൻ്റെ പേര്, കസേര കിട്ടാത്തതുകൊണ്ട് ദൂരത്തായത് കുഴപ്പമില്ല. അമ്മായിമ്മയും മരുവോളും കൂടി പരിപാടിക്ക് വന്നാൽ അടുത്തടുത്ത് ഇരിക്കേണ്ടത്. തള്ളൻ്റെ അടുത്ത് ഇരുന്നിട്ട് വെറുതെ സമയം പോക്കണ്ടെന്ന് വിചാരിക്കണ്ട. അപ്പോൾ ആ ഐക്യം എവിടേക്ക് കൊണ്ടുവരണം? നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരണം. വീട്ടിലേക്ക് ഐക്യം കൊണ്ടുവരുമ്പോൾ അതിൽ ആദ്യത്തെ കാര്യം എന്താണെന്നറിയോ? പുതുതലമുറയെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പുതുതലമുറയെ മനസ്സിലാക്കുക. ഞാൻ ആവർത്തിച്ചു പറയുന്നു, നമ്മൾ ഉമ്മാർ ഉപദേശത്തിൻ്റെ കൊട്ടിങ് കൊണ്ട് നടക്കുകയാണ്. ഉപദേശം വേണോ ഉപദേശം, അമ്മി കൊത്തണോ അമ്മി എന്ന് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ കൊണ്ടെടുക്കുകയാണ് ഉപദേശം. അതിങ്ങനെ ഇറക്കി വെച്ചു കൊടുക്കുക എന്ന് രാവിലെ മോൻക്കും മോൾക്കും, എന്നിട്ട് നേരാവുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപദേശമല്ല വേണ്ടത്, നിർദ്ദേശങ്ങളാണ്. നിർദ്ദേശം നമുക്ക് പറയാൻ പറ്റും, മോനെ ഇങ്ങനെ ആയാൽ തിരക്കടില്ല കേട്ടോ, അങ്ങനെ തന്നെ ചെയ്യ് എന്ന് നമ്മൾ ശാഠ്യം പിടിക്കരുത്. കാരണം കുട്ടികൾക്ക് അത് ഇഷ്ടമല്ല. കുട്ടികളെ കൂടെ കൂടിയിട്ട് മാറ്റലാണ് ഇഷ്ടം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വാപ്പ അവിടുന്ന് വരുമ്പോഴേക്ക് നമ്മളിവിടെ എണീറ്റിക്കും. ഇന്ന് കുട്ടികളിങ്ങനെ ആലോചിക്കും, അപ്പോൾ വാപ്പി ഞാനും കൂടി എന്തുമാത്രം ബന്ധം, അങ്ങനൊന്നും ഇല്ലല്ലോ എന്നതാണ്. ഒരു കുട്ടി മറുപടിയും പറഞ്ഞില്ലേ? അതാണ് നിയോ ലിബറലിസം. കോടതിയിൽ നിന്നാണ് മറുപടി പറഞ്ഞത്. എന്താ പറഞ്ഞത്? അല്ലേ, എനിക്ക് ഉമ്മൻ്റെ കൂടെ പോകണ്ടേ, ഉമ്മ എന്ന് പറഞ്ഞ വലിയ സംഭവമല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ബാപ്പയും ഉമ്മയും തമ്മിൽ സന്തോഷത്തിന് വേണ്ടി ചില നിമിഷങ്ങൾ പങ്കിട്ടു. ആ സമയത്ത് ഞാൻ ജന്മമെടുത്തു എന്നതല്ലാതെ അവരോട് എന്ത് കമ്മിറ്റ്മെൻറ്റ് എന്നാണ് കുട്ടി ചോദിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് മോശമായിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷെ ഇതൊക്കെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക. കുട്ടികളുടെ ഉള്ളിൽ നിന്ന് വാപ്പ ഉമ്മ എന്ന് പറയുന്ന ചിന്തകൾ മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുക. വാപ്പയോടും ഉമ്മയോടും ഇത്രമാത്രം വലിയ കമ്മിറ്റ്മെൻറ്റ് എന്തിന് എന്ന് ലിബറൽസുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഉമ്മ എന്ന് പറയുന്ന ഒരാളെ ആദരിച്ച് കൊണ്ട് നടക്കണമെന്ന് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറ. സ്കൂളിനെ ഞാൻ കുറ്റപ്പെടുത്തല്ല. ഞാൻ പഠിച്ച സ്കൂളുകളിൽ നിന്നും ചാപ്റ്റർ 1 ഉമ്മയെ സ്നേഹിക്കണമെന്ന് നമ്മളെവിടെയും പഠിച്ചിട്ടില്ല. കെമിസ്ട്രി പഠിക്കും, അത് അതിൻ്റെ രസതന്ത്രങ്ങളാണ്. ഫിസിക്സ് പഠിക്കും, അത് അതിൻ്റേതായ കാര്യങ്ങളാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ മലയാളത്തിലോ മറ്റോ അഥവാ ഏതെങ്കിലും ആളുടെ ലേഖനം വന്നാലായി. അതല്ലാതെ മാതാവിനോട് നിങ്ങൾ കാരുണ്യത്തിൻ്റെ ചിറക് വിരിക്കണമെന്ന്, മാതാവിനെ നിങ്ങൾ ഒരിക്കലും ഉഫ് എന്നൊരു വാക്ക് പോലും പറയരുതെന്ന്, മാതാപിതാക്കളോട് നിങ്ങൾ വലാത്ത കുല്ലഹുമ ഉഫിൻ, ഉഫ് എന്ന വാക്ക് പോലും പറയരുതെന്ന്, വഹ്നുന്നല വഹ്ൻ, പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചിട്ടാണ് നിങ്ങൾ അവർ ചുമന്നതെന്ന്, അതുകൊണ്ട് രാത്രിയിൽ ഒരുപാട് ഉറക്കഴിച്ചിട്ടുണ്ട് എന്ന്, നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് അവർ വേദനിച്ചിട്ടുണ്ട് എന്ന്, അതുകൊണ്ട് അവരോട് മൊഴിയുമ്പോൾ ഓഫ് എന്ന് ഛേ എന്ന് പോലും പറയരുത് എന്ന് പഠിപ്പിച്ചത് വിശുദ്ധമായ ഖുർആനാണ്. ആ മൂല്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇന്ന് മദ്രസകളെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ അതൊക്കെ മദ്രസ എന്താണ്? മദ്രസ കോയന്മാരെന്നോ? എന്താ അതിൻ്റെ വാക്കെന്താ? മദ്രസ കോയന്മാരെന്ന് തന്നെയല്ലേ? വേറെന്തൊരു വാക്കുണ്ടല്ലോ, മദ്രസ പൊട്ടന്മാർ. ഇതൊക്കെ കരുതി കൂട്ടിയിട്ടുള്ള വാക്കുകളാണ്. മദ്രസ പൊട്ടന്മാരെന്നാ പറയാ. കാരണം കുറേ വട്ടം പൊട്ടൻ പൊട്ടൻ തന്നെ പണ്ട് ആടിനായിട്ട് ഇങ്ങനെ പോയിരുന്ന ഒരാളുണ്ടായിരുന്നു. ഒരു ആട്ടിൻകുട്ടിനായിട്ട് പോയതാ, കാലേറ്റ് വയ്യാത്തതുകൊണ്ട്. അപ്പോൾ 3-4 സുഹൃത്തുക്കൾ ഇങ്ങനെ ഒരു ഡ്രാമ ഉണ്ടാക്കി. ഒരാൾ ചോദിച്ചു വൈക്ക നിന്നിട്ട്, എന്താണ് ഈ ഒരു പട്ടിക്കുട്ടിനായിട്ട് പോകണമെന്ന്? ഇത് പട്ടിക്കുട്ടി അത് ആടിൻകുട്ടിയല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വേറൊരു വളവിലെത്തിയപ്പോൾ വേറൊരുത്തത് ആദ്യമേ ഇവർ പ്ലാൻ ചെയ്തതാണ്. വേറൊരുത്തം ചോദിച്ചു, എവിടുന്നോട് എനിക്കൊരു പട്ടിക്കുട്ടിനെ കിട്ടിയെന്ന് ചോദിച്ചു. അങ്ങനെ ഒരു 4-5 വളവ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിക്കണേ ഇതാണ്. അപ്പം എല്ലാ ആട്ടിൻകുട്ടിനും അടങ്ങി നിൻ്റെ അടുത്ത് തെറ്റ് പറ്റിയതാവെന്ന് വിചാരിച്ചാൽ അവിടെ ഇട്ട് പോയി എന്നുള്ളതാണ്. അതാണ് ഈ ആടിനെ പട്ടിയാക്കുക എന്ന് പറഞ്ഞാൽ. ഇതാണ് ഈ ആടിനെ പട്ടിയാക്കൽ. ഇതേമാതിരി കുറേ പ്രാവശ്യം മദ്രസ പൊട്ടന്മാരെന്ന് നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോകും നമ്മൾ പൊട്ടന്മാരായിട്ടേണോ? ആർജവത്തോടെ പറയാൻ പറ്റണം, ആർജവത്തോടെ പറയാൻ പറ്റണം. മൂല്യം എവിടെ നിന്നാണ് നമ്മൾ പഠിച്ചത് എന്ന്. മദ്രസയുടെ വരാന്തയിലൂടെ നടന്നിട്ടാണ് നമ്മൾ അയൽവാസിയെ സ്നേഹിക്കണമെന്ന് പഠിച്ചത്. ആണോ അല്ലേ? നിങ്ങൾ പറ. അയൽവാസി പട്ടിണി പടക്കുമ്പോഴും ഒരിക്കലും നിങ്ങൾ വയർ നിറച്ചുണ്ണരുത്,
അവർ ഭക്ഷിക്കാതെ എന്ന് നമ്മളെ പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതാരാകട്ടെ, ഇഫ് ഇറ്റ് ഈസ് രാമൻ, ഇഫ് ഇറ്റ് ഈസ് ശ്യാം, ഇഫ് ഇറ്റ് ഈസ് ജോസഫ്, ഏത് മതക്കാരാവട്ടെ, അവരുടെ വീട്ടിൽ അടുപ്പ് പുകയുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കരുത് എന്ന് പഠിപ്പിച്ചത് മൂല്യമുള്ള നമ്മുടെ മദ്രസകളാണ്. ആ മൂല്യങ്ങളൊക്കെ അറിയാണ്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ റഷ്യയിലേക്ക് വന്നപ്പോൾ ഒരു പുസ്തകം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ആ പുസ്തകത്തിൻ്റെ പേര് ഫീ വത്തനി ഇമാം ബുഖാരി എന്നാണ്. ആ പുസ്തകം നിങ്ങൾ എന്തായാലും വായിക്കണം എന്നാണ് ഞാൻ പറയാം. നിങ്ങൾക്ക് അറബി അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉറുദു ഉണ്ട്, ഇനി ഉറുദു അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മലയാളം ഉണ്ട്. ബുഖാറയിലൂടെ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. നമ്മുടെ പേഴ്സണൽ ലോ ബോർഡിൻ്റെ ചെയർമാൻ, അന്ന് ചെയർമാനായിരുന്ന കാലത്ത് പേഴ്സണൽ ലോ ബോർഡിൻ്റെ ഇന്ത്യൻ ചെയർമാനാണ് അദ്ദേഹം. റാബി ഹസൻ നദ്വി എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ഈ റാബി ഹസൻ നദ്വി ആരാന്ന് നിങ്ങൾക്കറിയോ? നമ്മുടെ ഫൈസാബാദിൽ, നിങ്ങൾക്ക് അടുത്തുള്ള ഫൈസാബാദിൽ ഒരിക്കൽ പരിപാടിക്ക് വേണ്ടി വന്ന സമയത്ത് മൈക്ക് പിടിച്ചെടുത്തിരുന്നത് ആരാന്നറിയോ? സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. നമുക്കൊന്ന് മനസ്സിലാക്കണം അതിൻ്റെ മഹത്വങ്ങളൊക്കെ. എന്ന് വെച്ചാൽ അദ്ദേഹം പ്രായാധിക്യം കൊണ്ടായതുകൊണ്ട് വേറുള്ളവരെ ഏർപ്പാടാക്കാതെ അന്നത്തെ ഫോട്ടോ എടുത്ത് നോക്ക് പത്രത്തിലെ മൈക്ക് ശരിയാക്കി കൊടുത്തുന്നിരുന്നത് പോലും ആരാന്നറിയോ? സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. കാരണം ശിഹാബ് തങ്ങൾക്കറിയാമായിരുന്നു അത്ര മഹത്വമുള്ള വ്യക്തിത്വമാണ് ഇത് എന്ന്. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ബുഖാറയിലൂടെ. കോഴിക്കോടൊക്കെ നിങ്ങൾക്ക് കിട്ടും. 250 മദ്രസകളും 300 പള്ളികളും ബാറുകളാക്കി മാറ്റിയിട്ടുള്ള ലെനിൻ്റെ തേരോട്ടത്തെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. മാക്സിം ഗോർക്കിയും തേജനിയും എങ്ങനെയാണ് ഇവർക്കെതിരെ എഴുതിയത് എന്ന് പറയുന്നുണ്ട്. അഥവാ അവരുടെ കൂടെ നിന്നിട്ട് ഒരു സമുദായത്തെ ഒറ്റിക്കൊടുത്തത് പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവണതയെക്കുറിച്ചിട്ട് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരാ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് വായിക്കുക. ബുഖാറയിലൂടെ എന്നാണ്. USSR, യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റഷ്യ എന്നറിയപ്പെടുന്ന USSR എന്ന് പറയുന്ന രാജ്യമുണ്ടാക്കാനുള്ള നിമിത്തങ്ങളെക്കുറിച്ച് ഹിസ്റ്ററിയിലുമുണ്ട്. റഷ്യൻ റവല്യൂഷൻ, റഷ്യൻ വിപ്ലവം എന്ന് പഠിക്കുന്നത് നമ്മളതാണ്. ലെനിൻ നടുവിൽ, ഇപ്പുറത്ത് ടേജൻ, ഇപ്പുറത്ത് മാക്സിം ഗോർക്കി, അത് കഴിഞ്ഞാൽ പിന്നീട് ലിയോ ടോൾസ്റ്റോയ് എന്ന ഗ്രന്ഥകാരനും എഴുത്തുകാരനും. ഇവരുണ്ടാക്കിയിട്ടുള്ള വിപ്ലവങ്ങളെക്കുറിച്ചാണ് വിപ്ലവമായിട്ട് നമ്മൾ പഠിക്കുന്നുവെങ്കിൽ ചോർന്നു പോയത് മറ്റൊരു മൂല്യമാണ് എന്ന് കൂടി അതിൽ നമ്മൾ പഠിക്കണം. അങ്ങനെ രാജ്യങ്ങളെ മൊത്തം മാറ്റിമറിച്ചിട്ടുള്ളൊരു പ്രവണതയുണ്ട്, രാഷ്ട്രീയ പ്രവണത. അതിൻ്റെ അംശങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നതിനെ നിങ്ങൾ ഭയപ്പെടണേ എന്നാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ രാഷ്ട്രീയ ക്ലാസ് അല്ല എടുക്കുന്നത്, ഒരു ഫിലോസഫിക്കൽ ഇൻ്റർപ്രിട്ടേഷനാണ്. ഭയപ്പെടണം. നമ്മൾ നമ്മുടെ മൂല്യത്തെ ഇല്ലാതെയാക്കാൻ പോവുകയാണ്. പല രീതിയിലും അതിനെ തകർത്തെറിയാൻ അതിന് പല ആളുകളും അറിഞ്ഞോ അറിയാതെയോ അതിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഹൈദരാബാദിൽ നിന്ന് വന്നിട്ടുള്ളൊരു മനുഷ്യൻ ഇവിടെ 2 സമ്മേളനങ്ങൾ നടത്തി പൊന്നാനിയിൽ. നിങ്ങൾ പഠിച്ചു നോക്ക്. അന്നത്തെ ആ കാലഘട്ടത്തിൽ പാവം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് അന്ന് സമ്മാനം ഏറ്റുവാങ്ങിയിട്ടുള്ള 127 ആൾക്കാരുണ്ട്. അവർക്ക് അറിയില്ലായിരുന്നത് എന്ത് സമ്മാനമാണെന്നുള്ളത്. പിന്നീടാണത് അറിഞ്ഞത് അത് ഖാൻ ബഹദൂർ പട്ടമാണ് എന്നും. ഖാൻ ബഹദൂർ പട്ടം തന്നെ ബ്രിട്ടീഷുകാരെ പട്ടാണെന്നൊക്കെ അതിൽ പല ആൾക്കാരും പിന്നീട് അറിയുന്നത്. ഇതേപോലെ നമ്മളിൽ പെട്ടിട്ടുള്ള ഞാനടക്കമുള്ള ആളുകൾ ഒരു പക്ഷേ വേറൊരു രീതിയിലേക്ക് ആക്കിയിട്ട് അവരുടെ ആളുകളാക്കി മാറ്റുന്ന കാലം അതിവിദൂരമല്ല. നമ്മളാരും അതിൽപ്പെടാതെ ഒരൈക്യത്തോടു കൂടി നിൽക്കാനാണ് ഞാൻ പറയുന്നത്. അതിന് വീട്ടിലേക്ക് തന്നെ നമുക്ക് മടങ്ങാം. പുതിയ തലമുറയെ നമ്മൾ അറിയണം. പുതിയ തലമുറയെ നമ്മൾ കുറ്റപ്പെടുത്തല്ലേ, ഒരിക്കലും കുറ്റപ്പെടുത്തല്ലേ. അവരൊന്നും മുടിയൊന്നും ഇങ്ങനെ മാറ്റിവെറ്റി എന്നതിൻ്റെ പേരിൽ, അവർ ചിലപ്പോൾ ടറഫിലേക്കൊന്ന് കളിക്കാൻ പോയി എന്നതിൻ്റെ പേരിൽ സംശയാസ്പദമായി അവരെ കുറ്റപ്പെടുത്തും. ഒറ്റ വട്ടം. പണ്ടൊക്കെ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ കളിക്കാൻ പോയിരുന്ന കാലത്ത് എടാ വീഡിയോ കളിക്കലേറ്റുണ്ടോ എന്ന് 100 വട്ടം ചോദിച്ചാൽ ഞങ്ങൾ വരിക്ക് പോകില്ല. മനസ്സിലായോ? നേരെ മറിച്ചിട്ട് ഇപ്പോഴത്തെ കുട്ടികളോട് അറിയാതെ എങ്ങാനും ഈ വലിക്കലുണ്ടോ എന്ന് ചോദിച്ചാൽ വലിക്കാത്ത കുട്ടി 2ാമത്തെ തവണ വലിക്കും. വലിക്കാത്ത കുട്ടി വലിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ സംശയാസ്പദമായ ചോദ്യങ്ങളായിട്ട് പോകരുത്. ഞാൻ സൈക്കോളജി ഇപ്പോൾ പറഞ്ഞത്, പുതിയ കുട്ടികൾക്ക് ഭയങ്കര ഈഗോ ആണ്. അവർ നല്ല നന്മയുള്ളവരുമാണ്, നന്മയുള്ളവർ. ഒരു 4-5 ദിവസം കൊണ്ട് എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് അമീദ് പാറമ്മലിൻ്റെ കുട്ടി ആക്സിഡൻ്റായി പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്, ബ്ലഡ്. ഓടി വന്ന് കുറേ കുട്ടികൾ, ഇവൻ്റെ കൂട്ടുകാർ. ആ കൂട്ടുകാരിൽ ഞാനിങ്ങനെ നോക്കുമ്പോൾ 35-40 ആളുകൾ. എത്ര മണി വരെ എന്നറിയോ? മൊയ്നലി തങ്ങളുണ്ടായിരുന്നു. മൊയ്നലി തങ്ങൾ അതിലൂടെ പോകുമ്പോൾ ഈ വാർത്ത കേട്ട് വന്നിട്ട് പാവം 3:30 മണിക്ക് അവിടുന്ന് ആശുപത്രിയിൽ നിന്ന് പോയത്. അവിടെ മൊത്തത്തിൽ നിറഞ്ഞു നിന്നത്, ആ നട്ടപ്പാതിരക്കും ഓടി വന്നത് കേവലം 18-നും 20-നുമൊക്കെ വയസ്സിൻ്റെ ഇടയിലുള്ള ഇവൻ്റെ പ്രായമുള്ള കുട്ടികളാണ്. അതുകൊണ്ട് നമുക്കൊരു അപകടം വരുമ്പോൾ ഈ പാവം തെരുവിലിരിക്കുന്ന മക്കളെന്ന് നമ്മൾ കളിയാക്കുന്നവരെ ഉണ്ടാകൂ. അത് നമ്മൾ തിരിച്ചറിയണം. അത്തരം മക്കളെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ട് വിമർശിച്ച് കൊണ്ടുപോകല്ലേ. അതെന്താ ഞാൻ പറയാനുള്ള കാരണം എന്നറിയോ?
ഇങ്ങനത്തെ കുട്ടികളെ റാഞ്ചിയെടുക്കലാണ് പലരുടെയും ഉത്തരവാദിത്വം. ഈ പ്രായക്കാരാണല്ലോ എപ്പോഴും നമുക്കെതിരായി നിൽക്കുക. ഏകദേശം ഒരു 13 കഴിഞ്ഞാൽ പിന്നെ 24 വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഉമ്മാനിപ്പാനൊക്കെ എതിർക്കുന്നൊരു കാലഘട്ടമാണ്. അതിന് റവല്യൂഷൻ എന്നും വിപ്ലവം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പേര് കൊടുക്കും. പക്ഷേ അത് താന്തോന്നിത്തരമായിരുന്നു എന്ന് കാലം അവർക്ക് തെളിവ് കൊടുക്കും. പക്ഷെ അപ്പോഴേക്കും അവരും എല്ലാം ഇങ്ങനെ ചിറകി വിരിച്ച് പറന്നിട്ടുണ്ടാവും. പിന്നെ ഏത് കുഴിയിലാണ് പോവുക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആ തലമുറയെ കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റണം. ഞാൻ താഴേക്കോട് പഞ്ചായത്തിലാണ് സംസാരിക്കുന്നതെങ്കിലും മലപ്പുറം മണ്ഡലം ചെയ്തൊരു കാര്യം നിങ്ങളോട് പറയാം. മലപ്പുറം മണ്ഡലത്തിൽ എല്ലായിടത്തും ഒരു പരിപാടി നടന്ന് ന്യൂജൻ എന്ന് പറഞ്ഞിട്ട് 3G മീറ്റ് എന്ന് അന്ന് അവർ പേര് കൊടുത്തത്. അന്ന് 3G ആയിട്ടുള്ളൂ, ഇപ്പോഴല്ലേ 5G. ചൈനയിലൊക്കെ 10G ഒക്കെ ആയി. അപ്പോൾ ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് ഞാൻ പരിപാടിക്ക് അന്ന് മുനവ്വർ തങ്ങൾ ഉദ്ഘാടനം, എന്നെ പ്രസംഗം, ഇങ്ങനെ 2 പരിപാടി മാത്രമേ ഉള്ളൂ. പിന്നെ ഒരാളുടെ ഒരു കൺക്ലൂഷൻ, ഉസ്മാൻ താമരത്തായിരുന്ന ഒരു കൺക്ലൂഷൻ. ഇങ്ങനെ ക്യാമ്പ് നടത്തി. അപ്പോൾ അതിൻ്റെ നിയമം എന്തായിരുന്നു എന്നറിയോ? യൂത്ത് ലീഗുകാർ അങ്ങോട്ട് വരരുത്, MSF വരരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. കാരണം പുതിയ കുട്ടികളെ മാത്രം കൂട്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. പുതിയ കുട്ടികളെ മാത്രം കൂട്ടിയിട്ട്, ഇതുവരെ MSFലോ യൂത്ത് ലീഗിലൊന്നും ഇല്ലാത്ത വിദ്യാർത്ഥികളെ കൂട്ടിയിട്ട് അതിമനോഹരം. എല്ലാ ക്യാമ്പിലും 300-400 നല്ല ബിരിയാണിയൊക്കെ വിളമ്പിക്കൊടുത്താൽ ഉഷാറ് പരിപാടി. ഞാനൊരു മണ്ഡലത്തിന് ഇങ്ങനെ വാഴ്ത്തി പറയല്ല, അവർ ചെയ്ത പരിപാടി നന്മയാണല്ലോ. അതുകൊണ്ട് പുതിയ തലമുറയിലെ കുട്ടികളെ നമുക്ക് കിട്ടണം. ആ തലമുറയിലെ കുട്ടികളെ ഉപദേശം കൊണ്ട് പോകാതെ നിർദ്ദേശം കൊണ്ടാക്കിയിട്ട് നമ്മുടെ ചാരത്ത് ചേർക്കണം. അത് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടല്ല, മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ന്യൂ വോട്ടർമാരായതുകൊണ്ടല്ല. ഇവിടുത്തെ മൂല്യം നഷ്ടപ്പെടാതിരിക്കാൻ അവരെ എപ്പോഴും കൂടെ കൂട്ടിക്കൊണ്ട് നടക്കണം. പറ്റുമെങ്കിൽ മാസത്തിൽ ഒരു ദിവസം ഒരു ഇമോഷണൽ ബോണ്ടിങ്ങിന് വേണ്ടി ഒരു ഇമോഷണൽ ജേണി നിങ്ങൾ സംഘടിപ്പിക്കണം പെരക്കാരിൽ. അപ്പം അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഉമ്മ ഇപ്പം ചെറിയ 2 കുട്ടികളും പോവും. മൂത്ത കുട്ടികളപ്പോൾ അവരെ കൂട്ടുകാരെ കൂടെ ടൂറിൽ പോയിട്ടുണ്ടാവും. അങ്ങനെയല്ല. നമുക്ക് 23 വയസ്സായൊരു മോനുണ്ടെന്ന് വെക്ക്. ആ മോനെ ആയിരിക്കണം നമ്മുടെ വണ്ടിൻ്റെ ഡ്രൈവറാക്കി കൊണ്ടുപോകേണ്ടത്. അപ്പോഴാ ഇമോഷണൽ ബോണ്ടിങ് വരുള്ളൂ. അല്ലാതെ വാപ്പുണ്ടാവും, ഉമ്മ ഉണ്ടാവും, ചെറിയ 2 കുട്ടികളുണ്ടാവും. അവർ പിന്നെ ഈ ധിക്കാരത്തേക്ക് എത്താറായിട്ടില്ല. അതുകൊണ്ട് അവർ കൂടെ വരും. മൂത്ത 2 മക്കളോ അവർ പറയും, നിങ്ങളെ കൂടെ നമ്മളില്ല, നമ്മൾ ഫുള്ള് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. അത് മാറ്റിമറിക്കണമെങ്കിൽ ഉമ്മ ഒരു രാജകുമാരിയെപ്പോലെ ആകണം. എന്താ ഈ രാജകുമാരി എന്ന് പറഞ്ഞാൽ എന്നറിയോ? ഉമ്മ എന്ന് പറഞ്ഞാൽ വാപ്പാനെ കുറ്റപ്പെടുത്തി അടിമയാക്കി അടിമൻ്റെ അടിമയായിട്ട് കഴിയും ചിലർ. വലിയൊരു ഇടങ്ങറാണ്. മനസ്സിലായോ? ഭർത്താവിനെ അടിമയാക്കി ഇവിടെ ഒന്നും അങ്ങനത്തെ ഒരു ഉണ്ടാവില്ല കേട്ടോ. താഴേക്കോട് പഞ്ചായത്തിൽ ഉണ്ടാവുകയില്ല. എനിക്ക് ഇവിടെ നിന്ന് പോകണം, അതുകൊണ്ടാണ്. ഇപ്പം ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അടിമയാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അടിമയുടെ അടിമയായിട്ട് ജീവിക്കും. എന്നാൽ ചില പെണ്ണുങ്ങളുണ്ട്, ഭർത്താവിനെ രാജാവാക്കി ആ രാജാവിൻ്റെ രാജ്ഞിയായിട്ട് കഴിയും. എങ്ങനെ കഴിയണം നിങ്ങൾ തീരുമാനിച്ചോളി. അതിന് ഈ മൊയന്ത് ചെങ്ങായി രാജാവാവും വേണം. അല്ല, അത് നമ്മൾ നാടൻ വർത്താനം പറഞ്ഞോട്ടെ. അതിൻ്റെ ഇടയിൽ നല്ല ഉഷാറായിട്ട് വളരണം. മക്കളെ എങ്ങനെ പഠിപ്പിക്കണമെന്നൊരു ചിന്തയുണ്ടാകണം. നമുക്ക് വിദ്യാഭ്യാസം കുറവാന്ന് വിചാരിക്കും. ഈ വിദ്യാഭ്യാസം കുറഞ്ഞവരുടെ മക്കളാട്ടെ ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് വിദ്യാഭ്യാസമുള്ളവരാവണത്. ഞാൻ പഠിച്ചത് അങ്ങനെയാണ്. ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ കുട്ടികളപ്പോൾ നീറ്റിലൊക്കെ ഏറ്റവും ടോപ്പ് റാങ്ക് എടുക്കുന്നത്. പാവം ഹരിജൻ കുട്ടികളാണ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ കയറിപ്പോണത്. ഇപ്പോൾ എൻ്റെ നാട്ടിലെ ഒരു കുട്ടി ഞാനിങ്ങനെ പരിചയപ്പെട്ട്, ഞാൻ ഒരു പള്ളിക്ക് ഞാൻ നടന്നിട്ടല്ല പോകുക, വണ്ടിയിട്ടപ്പോൾ കുറച്ച് ദൂരം ഉണ്ടായതുകൊണ്ട്. അപ്പോൾ അന്ന് വണ്ടി അവിടെ ഇട്ടിട്ട് വെറുതെ നടന്ന്, ഇപ്പോൾ ഈ അടുത്തിടെ ആ നടന്നു പോകുന്ന സമയത്ത് അവിടെ പെൺകുട്ടി ഇരുന്ന് അങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ നീ എവിടെ പഠിക്കണത്? അപ്പോൾ പറഞ്ഞു ഷാജി എന്ന് പറഞ്ഞ ഒരാളെ മോളാണ്. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, ഭയങ്കരമായിട്ടുള്ളൊരു അങ്ങനെ ഒരു ഹൈജൻ കുട്ടിയാണ്. എവിടെ പഠിക്കണം? ഞാൻ യൂണിവേഴ്സിറ്റിയിലാണ്. യൂണിവേഴ്സിറ്റിയിലോ? അപ്പോൾ പറഞ്ഞു, അതെ ഞാൻ MSCക്ക് MSc ഫിസിക്സിന് യൂണിവേഴ്സിറ്റിയിലാകെ 10-20 സീറ്റിൽ ഒരു സീറ്റ് ഈ കുട്ടിക്കാണ്. ഇന്ന് പഠിക്കാത്തവരുടെ മക്കൾ പഠിച്ചുകൊണ്ട്, കാരണം പഠിക്കാത്തവനൊരു കിനാവുണ്ട്. എന്താണെന്നറിയോ? എൻ്റെ മക്കൾ എവിടെയെങ്കിലും ഒന്ന് എത്തണം എന്നുള്ളത്. എനിക്കൊന്നും ആയില്ല. ഞാൻ ഗൾഫുകാരൊക്കെ പറഞ്ഞത് KMCCക്കാർ കേൾക്കുന്നുണ്ടല്ലോ. ഈ KMCCക്കാരെന്നാണ് നിങ്ങൾ വിചാരം എന്താന്ന്? എല്ലാവരും രാജാക്കന്മാരെന്നാ? അല്ല കേട്ടോ. കുറച്ച് ആൾക്കാരുണ്ട് അതിൽ പൈസ ഉള്ളവർ, ബാക്കിയൊക്കെ പാവപ്പെട്ടവരാണ്. ഞാൻ ഇഷ്ടം പോലെ എല്ലാ മാസത്തിലും എന്ന പോലെ KMCC പരിപാടിക്ക് ദുബായിക്ക് പോകുന്ന ഒരാൾ ഇപ്പോൾ ഈ 18-ാം തീയതി ഉണ്ട്. അവിടെയൊക്കെ ജോലി ഇല്ലാത്തവരുണ്ടാവും. ചിലർ വന്നിട്ട് പറയും, സാറേ എൻ്റെ ജോലി പോയിക്കണട്ടെ, നിങ്ങൾ ദ്വാരക്കണട്ടെന്നൊക്കെ പറഞ്ഞ് വരുന്ന എത്രയോ KMCCക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അവരോട് പോയിട്ട് ഇതേപോലെ സദസ്സൊക്കെ ഉണ്ടാവും. അവരോട് പോയിട്ട് നാട്ടിലൊരു വീട് വെക്കണം ഒരു പാവപ്പെട്ട ആൾക്ക് എന്ന് പാർട്ടി ആവശ്യപ്പെടുമ്പോൾ, തങ്ങളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആവശ്യപ്പെടുമ്പോൾ പോക്കറ്റിൽ നിന്ന് 100 ദിർഹം എടുത്ത് നീട്ടുമ്പോൾ ആ സാധുവിൻ്റെ വീടിന് വരെ എന്തിട്ടുണ്ടാവില്ല എന്നറിയാം? തറക്കല്ലിട്ടിട്ടുണ്ടാവില്ല. കേരളമെന്ന് കേൾക്കുമ്പോൾ, നാടെന്ന് കേൾക്കുമ്പോൾ, പാവപ്പെട്ടവരെന്ന് കേൾക്കുമ്പോൾ ഈ പാവങ്ങൾ എടുത്തു കൊടുക്കുകയാണ്.
ആ നിസ്വാർത്ഥമായ സേവനത്തിൻ്റെ പേര് കൂടിയാണ് KMCC എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അല്ലാതെ എല്ലാവർക്കും വീടും സ്വൈര്യമൊന്നും ആയിട്ടൊന്നുമല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്യണത്. നാട്ടിലൂടെ ഒരു റോഡ് പോകണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതിന് വേണ്ടിയിട്ട് ഫോൺ വിളിച്ചിട്ടും അത് വിളിച്ചപ്പോൾ എൻ്റെ നാട്ടിലൂടെ റോഡ് വികസിച്ച് പോവാൻ ഏറ്റവും കൂടുതൽ വിളികര് വരുന്നത് ഗൾഫിൽ നിന്നാണ്, ഗൾഫിൻ്റെ മക്കളാണ്. കാരണം അവർക്ക് നാട് എന്ന് പറഞ്ഞാൽ അത്ര മഹത്വമുള്ളതാണ്. മാതാപിതാക്കളെ കുറിച്ച് പ്രസംഗിച്ചാൽ ഏറ്റവും കൂടുതൽ കരയുന്ന സദസ്സ് ഞാൻ കണ്ടിട്ടുള്ളത് KMCCയുടെ സദസ്സ് പോകുമ്പോഴാണ്. കാരണം അവർ ഗൾഫിൽ നിന്നല്ലേ ഇത് കേൾക്കണത്. അപ്പം ഉമ്മാനെ കണ്ടിട്ടുണ്ടാവില്ല. ആ സാധു ജോലി കൊണ്ട് 2 വർഷത്തിലൊരിക്കൽ മാത്രം ഒരു മാസത്തിന് ഉമ്മാനെ കണ്ടു പോണത്. ഇവിടെ എന്നും ഉമ്മാരെ കാണുന്ന ആൾക്കാർക്ക് ഉമ്മാരെ വില അറിയില്ല. പക്ഷേ 2 കൊല്ലത്തിൽ ഒരു മാസത്തിൽ മാത്രം വന്ന് കാണുന്ന ഉമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോഴേക്ക് അവിടെ കണ്ണുകൾ നിറയാറുണ്ട്. അവിടെ ഇവിടെ ഇരിക്കുന്ന ഓരോ ഉമ്മമാരും കരയാതിരിക്കണമെങ്കിൽ മക്കൾ നല്ലൊരു പ്രബലമായൊരവസ്ഥയിലേക്ക് എത്തണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികളെ ഒരിക്കലും കുറ്റപ്പെടുത്താതെ വിമർശിക്കാതെ കൊണ്ടുപോ. മാസത്തിൽ ഒരിക്കലെങ്കിലും, അത് പറയാനാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലെങ്കിലും ഒന്ന് പുറത്തേക്കൊന്ന് പോയി മക്കളെയും കൂട്ടിയിട്ടൊരു യാത്ര. പറ്റുമെങ്കിൽ ഏതെങ്കിലും വലിയൊരു കുളത്തിലേക്കൊക്കെ പോകും. അവിടെ സ്ത്രീകളും ആണുങ്ങളും ഒന്നും കൂടി എല്ലാം കൂടി ഉണ്ടാവരുത്. നമ്മൾ മൂല്യത്തോടു കൂടി പോണവരാണ്. മുസ്ലിം ലീഗ് എന്നും അതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് അവിടെ ഉണ്ടാകുമ്പോൾ വാപ്പനെങ്ങനെ പിടിച്ചിട്ട് വാപ്പേയും തന്നെ തള്ളാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ടാവണം? മക്കൾക്കുണ്ടാവണം. അവിടെ ഒരു ഒലക്കമുട്ടിയായിട്ട് ആരും നിൽക്കരുത്, വാപ്പ നിൽക്കരുത്. വാപ്പാര് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹുമാനം വേണ്ടേ? വാപ്പനെ പിടിച്ച് കുളത്തേക്ക് തള്ളലാണോ? എൻ്റെ മക്കളൊക്കെ എന്നെ പിടിച്ച് അങ്ങനെ തള്ളലുണ്ട്. വാപ്പയൊന്നും ചിലപ്പം വിളിക്കൂല, മുണ്ടാതെ വന്നിട്ട് ഉന്തലാണ്. അതൊക്കെയാണ് അതിൻ്റെ ഒരു രസം. ഇപ്പം ഇവിടെ നടക്കുന്ന കുട്ടി ഇപ്പം കണ്ടില്ല, ആ കുട്ടികൾ ബലൂണിന് വേണ്ടി ഇതാക്കണ കിട്ടായിട്ട് തിരക്കൂറിന്. അതാണ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ. അല്ലാതെ മുണ്ടാതെ അവിടെ ഇരിക്കണമെന്നൊന്നും ഞാൻ പ്രസംഗത്തിൽ പറയാൻ പാടില്ല. അവർ ബലൂണ് പറത്തി അങ്ങനെ നടക്കണം. ബലൂൺ പറത്താതെ അങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു കുട്ടിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്നാണ്. ഓല് ബലൂണൊക്കെ പറത്തി അതൊന്ന് ഇടക്ക് മുള്ളിയിട്ടൊക്കെ ഒന്ന് പൊട്ടിച്ച് പിന്നേറ്റൊന്ന് പൊട്ടിച്ച് മറ്റോൻ്റെ പൊട്ടുമ്പോൾ ഇതൊന്ന് പൊട്ടിച്ച്. അതാണ് കുട്ടികൾ. കുട്ടികൾ അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. കുട്ടികൾ എപ്പോഴും ഉപദേശം ഇങ്ങനെ കൊണ്ടുനടക്കരുത്. അവർ നമ്മുടെ ചങ്കാണ്. കുട്ടികളെ ശരിക്കും എങ്ങനെ കാണണമെന്നറിയോ? ചെറിയ മക്കൾ, ഇമാതിരി മക്കൾ, ഇതിനേക്കാളും കുറച്ച് മുതിർന്നവരൊക്കെ ഉമ്മ ഞാനേ ഇന്നേ സ്കൂളിലേ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ മുറിഞ്ഞ വാക്കിയിട്ട് അവർ വരും. അപ്പോൾ ഇത് നമ്മളെന്താ പറയുക? നമ്മൾ ചോറൊക്കെ ആയിരിക്കും. മിണ്ടാതെ പൊയ്ക്കയ്യോ അവിടുന്ന്, ഇജൊരു സ്കൂളുണ്ട് എന്നറിയും. പറയല്ലേ എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീകളെ, നിങ്ങളത് പറയല്ലേ. അപ്പോൾ അവനെ ചാരത്ത് ചേർത്തിട്ട് ചോറൂറ്റിക്കോ. നോക്കണം അവരുടെ മേലിലേക്കാവണത്. മുത്തം കൊടുത്ത് വളർത്തിക്കോ. എപ്പോഴും ഇങ്ങനെ കൂടെ കൂട്ടിയിട്ട് കൊണ്ടുപോകും. അവൻ മൊബൈൽ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ മൊബൈൽ എന്ന് പറയുന്ന സാധനത്തെ പൂർണ്ണമായി ഒഴിവാക്കലല്ല ഇന്നത്തെ കാലഘട്ടം. കാരണം ജെൻ സി ആണ് ഇതിൽ പല ആൾക്കാരും. നമ്മളതിന് മുമ്പുള്ള ആൾക്കാരാണ്. ഇപ്പോഴുള്ള ആൾക്കാർ ജെൻ എന്ന് പറയുന്നത് സി അല്ല, അതിന് ശേഷമുള്ള അൽഫയാണ്. ജെൻ അൽഫ എന്ന് പറഞ്ഞാൽ 2010 മുതൽ 2025 വരെയുള്ള കുട്ടികൾക്കാണ് ജെൻ ആൽഫ എന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 13, 12, 10, 8 വയസ്സായവരൊക്കെ ജെൻ ആൽഫയാണ്. ഈ ജെൻ ആൽഫ എന്ന് പറയുന്നതിലുള്ള കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികൾ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ആ ടെക്നോളജി ഉപയോഗിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. ഞാനിൻ്റെ പോസിറ്റീവ് വശമാണ് പറഞ്ഞത്. അല്ലാതെ ടെക്നോളജി എന്ന് അവരെ മാറ്റാൻ നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം അത് അവരുടെ ലോകം അതാണ്. നമ്മൾ ഏതുപോലെ ഹീറോ പെന്നും അതേപോലെ തന്നെ പണ്ടത്തെ റെയ്നോൾസ് പേനയും അരുൾ ജ്യോതി മിഠായിയും അതേപോലെ തന്നെ എന്താ പറയുക നമ്മുടെ തേന്നിലാവും ഇവിടെ ഉണ്ടായിരുന്നില്ല. അത് കടിച്ചാപ്പറച്ചി നിങ്ങൾ പറയലുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള മുട്ടായി അതൊക്കെ പറയാം, അങ്ങനെ തന്നെ പറയല അതിൻ്റെ രസം. ഇതൊക്കെ ഇട്ട് നടന്നിരുന്നൊരു കാലഘട്ടം. അതേപോലെ കുട്ടികൾക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്, ഈ മൊബൈൽ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഹൗ ടു യൂസ് ഇറ്റ്, എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഡെയിലി 3 മണിക്കൂറിൽ കൂടുതൽ സ്ക്രീൻ ടൈം പാടില്ല എന്ന നിർദ്ദേശം അവർക്ക് കൊടുക്കണം. ഉമ്മൻ്റെ മൊബൈൽ കൊടുക്കുമ്പോൾ ആ 3 മണിക്കൂറിൽ തന്നെ ഒന്ന് അവരുടെ മുഴുവൻ എന്തിനു വേണ്ടിയിട്ട് എൻ്റർടൈൻമെൻറ്റ്, അവരുടെ ഗെയിമിന് വേണ്ടി കൊടുത്തേക്കണം. ഗെയിമൊന്ന് മാറ്റിയെടുത്തൊന്നും വേണ്ട, പക്ഷേ ആ ഗെയിം തന്നെ പോസിറ്റീവ് ഗെയിമായിട്ട് നമ്മൾക്ക് മാറ്റാൻ പറ്റണം. അപ്പോൾ അവർക്ക് ടാസ്ക് കൊടുക്കണം. ഞാൻ എൻ്റെ മോൻ കൊടുക്കുന്ന ടാസ്ക് ഉണ്ട്, റീകൺസ്ട്രക്ഷൻ. ഇപ്പോഴും അവൻ അയിമന്ന് വിട്ടിട്ടില്ല. റീകൺസ്ട്രക്ഷൻസ് ഓഫ് ദുബായ് റീകൺസ്ട്രക്ട് ചെയ്യുക. ബുർജ് ഖലീഫ അവിടെ നിന്ന് എടുത്തുകൊണ്ടായിട്ട് ജബലലി കൊണ്ടുപോവുക, ജബലലിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അതൊന്നും അത്ര എളുപ്പമൊന്നുമല്ല. ചിന്തിച്ച് റൂട്ടുണ്ടാക്കി അതിൻ്റെ ട്രാഫിക്കൊക്കെ നിയന്ത്രിച്ചിട്ട് വേണം ഈ ഗെയിം കളിക്കാൻ. അപ്പോഴേക്കും കുട്ടികളുടെ ചിന്താഗതി എത്ര വലുതാവുന്നറിയോ, എൻജിനീയറിംഗ് സ്കിൽ എത്ര വലുതാവുന്നറിയോ, മാപ്പിംഗ് ആൻഡ് പ്ലാനിങ് സ്കിൽ എത്ര കൂടുന്നറിയോ. അത്തരം ഗെയിമുകളിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകണം. നമ്മളെ കുട്ടികളെ കളിക്കണ കളി ഒന്ന് തലട്ട് എത്തി നോക്കുക. വെടിവെക്കുക, കൊല്ലുക, കാറ് വാങ്ങുക, അടുത്ത കാറും ഇതാക്കുക, അയാളെ പൊക്കുക, കൊല്ലുക, എന്നിട്ട് അടുത്ത് പോവുക. ഇങ്ങനെ എന്നിങ്ങനെ പോയാൽ അഡീക്വസി ഉണ്ടാകും. എന്താ അഡീക്വസി എന്ന് പറയുന്നത്? അഡിക്ഷൻ.
അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഇങ്ങനെ, ഇപ്പോൾ ഉദാഹരണത്തിന് വൈകുന്നേരം ആയാൽ 4 മണി 5 മണിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന ഉള്ള കുറേ ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും. ഇല്ലേ? ഉണ്ടാവില്ലേ? നിങ്ങളിൽ പല ആൾക്കാരും ഉണ്ടാവില്ല. ഞാൻ ഈ ചായ അധികം കുടിക്കാത്തതുകൊണ്ട് എനിക്ക് രാവിലെ കുടിച്ചോന്ന് ഓർമ്മ ഉണ്ടാവില്ല, ചിലപ്പോൾ രാവിലെയും ചായ കുടിക്കില്ല. കുടിച്ച് ശീലമുള്ള ആൾക്കാർ, കാരണം അതൊരു അഡിക്ഷനാണ്. ഇതേമാതിരി ആളെ കൊന്ന് ശീലമുള്ള കുട്ടിക്ക് പിന്നെ ആളെ കൊല്ലാൻ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. ഒരു അഡിക്ഷൻ വരും, വളരെ നിസ്സാരമായിട്ട് തോന്നും. നിങ്ങൾ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് കരഞ്ഞ് നിങ്ങളെ കുട്ടീൻ്റെ ഓപ്പറേഷൻ പറഞ്ഞാൽ മൂപ്പര് കൂളായിട്ട് പറയും, ആ പ്രശ്നം എന്തെങ്കിലും നിങ്ങൾ പോയിക്കോളിന്ന് പറയും. കാരണം എന്തുകൊണ്ട്? അയാളിത് കുറേ എല്ലാ ദിവസവും കാണുന്നതാണ്. ഇതേപോലെ മക്കൾ കളിച്ച് അവസാനം വന്നിട്ട് ഉമ്മാനോട് ചോദിക്കും, അമ്മ വേഗം കാട്ടി നെറ്റ് കാട്ടി, അങ്ങനെ ചോദിച്ചതാണല്ലോ ആ കുട്ടി. അപ്പം ഉമ്മ പറഞ്ഞു, ഞാൻ ഇപ്പോൾ നെറ്റ് തരൂല. അതിൻ്റെ എന്താ ഉണ്ടായത്? വേഗം പോയിട്ട് ഉമ്മ എന്തോ തലകറക്കം വന്നപ്പോൾ പോയി കിടന്നപ്പോഴേക്കും കഠാര കൊണ്ട് കുത്തിയിറക്കി നെഞ്ചില് 14 വയസ്സുള്ള പയ്യൻ. ജനങ്ങളെ കൊന്ന് തിമർത്ത് ആടുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ അത് ഒറ്റവട്ടം ചെയ്യൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഗെയിം എങ്ങനത്തെ ഗെയിമാണ് കളിക്കുന്നത് നിങ്ങൾ നോക്കണം, അത് നിങ്ങൾ അറിയണം. അതിനുവേണ്ടി ചിലപ്പോൾ സിനിമ പോലും ഇറങ്ങും. ഞാൻ എവിടെ നാൾ സൂചിപ്പിച്ചു, അത് ചിലപ്പോൾ സിനിമ പോലും ഇറങ്ങും. ഞാൻ അതിനെ കുറ്റപ്പെടുത്തല്ല കേട്ടോ. ഞാൻ അദ്ദേഹത്തിന് ഒരു മെയിൽ അയച്ചു, ഞാൻ അദ്ദേഹത്തിൽ പറയുന്നുണ്ട്, പക്ഷെ അത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം ചിലപ്പോൾ കാണാനും സാധ്യതയില്ല. മെയിൽ അയച്ചു അദ്ദേഹത്തിന്, നിങ്ങൾ അഭിനയിക്കേണ്ട സിനിമയല്ല ഇത് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ ബസൂക്ക എന്നാണ് സിനിമയുടെ പേര്. ആ ബസൂക്ക എന്ന് പറയുന്ന അദ്ദേഹം അത് കാണൂല, അതൊക്കെ വേറെ കാര്യം. ബസൂക്കയിൽ ഇങ്ങനെ ചളിയൊക്കെ ചവിട്ടിയിട്ടൊരു വില്ലൻ വരുന്നു, ഭയങ്കരമായൊരു വില്ലൻ, ആളുകളെ ഗെയിം കളിപ്പിച്ചിട്ട് താളം തെറ്റിപ്പിക്കുന്ന വില്ലൻ. അവസാനം പോയി ഹീറോ വരുന്നു. ഹീറോ ഭരത് മമ്മൂട്ടിയാണ്. അടിപൊളിയായിട്ട് അതിൻ്റെ ലാസ്റ്റ് വരെ കൊണ്ട് നമ്മൾ ഇയാളിപ്പോൾ ഈ ഗെയിമിൻ്റെ ഈ അവസ്ഥയൊക്കെ തകർക്കുന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോൾ അവസാനം ലോക ക്ലൈമാക്സ്, ഇതുവരെ മലയാളത്തിലില്ലാത്ത ക്ലൈമാക്സ്, ഈ ചളി ചവിട്ടിയ ആൾ ബസൂക്ക തന്നെയാണ്. എന്നാണ് മമ്മൂട്ടി തന്നെയാണ് വില്ലനും, മമ്മൂട്ടി തന്നെയാണ് ഇതും. പാവം ആ മനുഷ്യൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. നമ്മൾ അതിനേക്കാൾ വലിയ ചിന്തയാണെന്നും പറയുന്നില്ല, പക്ഷേ അതുണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട്. മെഗാ സ്റ്റാറുകളും മറ്റുള്ള ആൾക്കാരൊക്കെ അതിമനോഹരമായി അഭിനയിക്കുമ്പോൾ മനുഷ്യ കുഞ്ഞുങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ പറഞ്ഞു തീർക്കാം അത് സിനിമയല്ലേ എന്ന്. സിനിമയെ അനുകരിക്കൽ അന്നത്തെ കുട്ടികളുടെ കാര്യം. ഒരു സിനിമയിൽ മോഹൻലാൽ നായകൻ, ഞാൻ കുറ്റപ്പെടുത്തല്ല കേട്ടോ, കഥയെ പറയാണ്, അവരൊക്കെ നല്ല മനുഷ്യന്മാരാണ്. അതിൽ പൃഥ്വിരാജ് മകൻ, എന്നിട്ട് പൃഥ്വിരാജ് പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂർ പോകുന്ന ഒരു കുട്ടിയെ പരിചയപ്പെടുന്നു. ആ കുട്ടിയിലൊരു കുട്ടി ഉണ്ടാകുന്നു, കല്യാണം കഴിക്കാതെ. എന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കൂളായിട്ട് വാപ്പ പറയാണ്, എന്ത്? അച്ഛൻ പറയാണ്, അതൊരു പ്രശ്നമല്ല, ഈസ് നോട്ട് എ പ്രോബ്ലം എന്ന് അതിമനോഹരമായ ആഹ്ലാദത്തോടു കൂടി പറയുന്ന അച്ഛനെ ബ്രോ ഡാഡിയിൽ അവതരിപ്പിക്കുമ്പോൾ ഞാൻ ആ സിനിമയെ ഇകഴ്ത്താൻ വേണ്ടി പറയല്ല, ആ മനുഷ്യന്മാരെ ഇകഴ്ത്താനും വേണ്ടി പറയല്ല. രണ്ടുപേരും ജെന്റിൽ ആളുകളാണ്. ഒരാൾക്ക് ഇപ്പോൾ ഫാൽക്കെ അവാർഡ് കിട്ടി നിൽക്കുകയാണ്, ഒരാളാകട്ടെ പാവപ്പെട്ടവന്റെ ശബ്ദം കൂടിയാണ് പൃഥ്വിരാജ്. എന്നാലും അതൊരു പക്ഷേ കുട്ടികളിൽ ചില ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറയാം. സാധ്യതയുണ്ട്. ആ ഒരു സാധ്യതയെ ഇല്ലാതെയാക്കാൻ നമുക്ക് പറ്റണം. അതുകൊണ്ട് കുട്ടികളെ മോശമായി ചിത്രീകരിക്കരുത് നമ്മൾ ഒരിക്കലും. പാവപ്പെട്ട മക്കൾ അവർ ചിലപ്പോൾ പഠിത്തത്തിലൊന്ന് കുറവായിരിക്കും. ഞാൻ കുടുംബത്തോട് പറയാണ്, പഠിത്തത്തിൽ കുറവായവരൊക്കെ ഈ ലോകത്തിൽ ജീവിതത്തിൽ കുറവായിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പഠിത്തത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. ഹൗ ടു ഗെറ്റ് A+ എന്ന ക്ലാസ്സാണ് ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കുക. പക്ഷേ A+ അഥവാ നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയില്ല എന്നതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ആ കുട്ടികളെ നിങ്ങൾ ഒറ്റപ്പെടുത്തല്ലേ. കാരണം A+ കിട്ടാത്ത എത്രയോ ആളുകൾ ഉയർന്ന തലത്തിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് A+ എടുക്കണ്ടെന്നല്ലേ ഈ പറയുന്നത്. A+ നന്നായിട്ട് എടുക്കണം. പക്ഷേ നമ്മുടെ കുട്ടി A+ കുറഞ്ഞു പോയതിൻ്റെ പേരിൽ, അവൻ സൗന്ദര്യം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ, അവന് ബുദ്ധിശക്തി കുറഞ്ഞു പോയതിൻ്റെ പേരിൽ നല്ലൊരു മാതാവാണോ അവനെ കൂടുതൽ നെഞ്ചോട് ചേർക്കണം. പണ്ടത്തെ മാതാക്കളൊക്കെ അങ്ങനെ പറയാ. പണ്ടത്തെ മാതാക്കൾ പറഞ്ഞിരുന്ന വാക്കെന്താണെന്നറിയോ? ഈ കുഞ്ഞോനെ നല്ലോണം നോക്കണട്ടെന്ന. മരണത്തിൻ്റെ കിടക്കയിൽ കിടന്നാലും മക്കളിൽ ഏറ്റവും പതിതനായ ആളെ ചൂണ്ടിയിട്ട പഴയ ഉമ്മാരൊക്കെ സംസാരിക്കുക. നിങ്ങളെന്നും കാര്യത്തിൽ എനിക്ക് ബേജാറില്ല, കുഞ്ഞോനെ നിങ്ങൾ നല്ലോണം നോക്കണട്ടെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ വികലാംഗനായ ഒരു കുട്ടിയുണ്ടെങ്കിൽ, നിങ്ങളുടെ കുട്ടിയിൽ കഴിവുകെട്ട ഒരു കുട്ടിയുണ്ടെങ്കിൽ, അഥവാ ഒന്നിനും പറ്റില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അവനെ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുക. അവനിലൂടെയാണ് അള്ളാഹു റിസ്ക്കിൻ്റെ വാതായനം തുറന്നു തരിക എന്നാണ്. നമ്മൾ വിചാരിച്ചത് എന്താ? ഏറ്റവും ശക്തമായ കുട്ടീൻ്റെ ഇതിലാണ് ഭയങ്കര റിസ്ക് തുറന്നു തരിക എന്നാണ്. അവന് തുറന്നു കൊടുക്കും, അമേരിക്കയ്ക്കും ലണ്ടനിക്കും കണ്ട് കയറും. നേരെ മറിച്ചിട്ട് ആകെ ഒന്നുമില്ലാതെ കാല് വേച്ച് നടക്കുന്നവനെ നോക്കി അള്ളാഹു ചിലപ്പോൾ തീരുമാനം കൂട്ടും, സാമ്പത്തികപരമായ സുസ്ഥിതിയും എല്ലാം കൂട്ടും, അപകടങ്ങൾ ഇല്ലാതെയാക്കും. അതുകൊണ്ട് പാവപ്പെട്ടവനെ നെഞ്ചോട് ചേർക്കാൻ നമുക്ക് പറ്റണം. കുട്ടികൾ ചിലപ്പോൾ പഠിത്തത്തിൽ കുറവുള്ളവരുണ്ടാകും. എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ട്യൂഷൻ കൊടുത്തിട്ടെങ്കിലും രക്ഷപ്പെടുത്തണം. പക്ഷേ ദയവ് ചെയ്തിട്ട് സ്കൂൾ വിട്ട് വന്നാൽ വലിയ ട്യൂഷന് നിങ്ങൾ കൊടുക്കരുത്.
4 മണി മുതൽ 7 മണി വരെ നിങ്ങൾ ട്യൂഷൻ്റെ സമയമല്ല, കുട്ടികൾ കളിക്കാനുള്ള സമയമാണ്. ടീച്ചർമാർ അവർക്ക് പൈസ ഇട്ടാൻ വേണ്ടി ആ സമയമൊക്കെ പറയും. ഞാനൊരു അധ്യാപകൻ, അതുകൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ആ സമയം കഴിഞ്ഞ് മഗ്‌രിബും കഴിഞ്ഞിട്ടൊന്ന് പഠിക്കാതിരുന്നാൽ മതി. അന്ന് രാവിലെ എണീറ്റ് പഠിക്കാൻ മതി, അങ്ങനെയും മതി. ഈ കുട്ടികളുടെ ഇമോഷണൽ സമയം ഉണ്ടല്ലോ, അതൊരിക്കലും എന്താക്കരുത് ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്ത്. പഠിത്തത്ത് നടക്കില്ല, കളിത്തം അതും നടക്കില്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ചാനലൈസ് ചെയ്യണം. നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം എങ്ങനെയാകണം എന്നറിയോ? ഐക്യത്തിൻ്റെ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ ക്രൊണോളജി പ്രകാരം വളരെ ശ്രദ്ധിക്കണേ. 1, മാതാപിതാക്കളെ നമ്മൾ അങ്ങേയറ്റം സ്നേഹിച്ചേ പറ്റൂ. എന്ത് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടെങ്കിലും മാതാപിതാക്കളെ കൊണ്ട് ചെയ്യിപ്പിച്ചേ പറ്റൂ. ഇവിടെ യുവാക്കളായ കുട്ടികളോട് വലിയവരോടൊക്കെ പറയാൻ, നമുക്ക് എന്ത് അനുഭവങ്ങൾ കിട്ടുമ്പോഴും ഉയർച്ച കിട്ടുമ്പോഴും ഇതിൻ്റെ മാതാപിതാക്കൾക്ക് എന്ന് പറഞ്ഞ് സബ്മിറ്റ് ചെയ്യണം. അതായിരിക്കണം നമ്മൾ ഓരോരുത്തരും അതായിരിക്കണം. കാരണം നമ്മൾ ഉദാഹരണത്തിന് വലിയ യൂണിവേഴ്സിറ്റി പോയിട്ട് അവിടുന്ന് വലിയ PG ഒക്കെ കഴിഞ്ഞ് വരികയെന്ന് വിചാരിക്ക്. ഇത് നീ ആർക്കാ കൊടുക്കുക മോനെ ഈ സമ്മാനം എന്ന് പറയുമ്പോൾ ഇതെൻ്റെ ഉമ്മാക്ക് എന്ന് പറയാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഹാളിൽ വെച്ചിട്ടും നമ്മുടെ കുട്ടികൾക്ക് സാധിക്കണം. മലപ്പുറത്തെ താഴെക്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് പാവം ഗ്രാമത്തിൽ കഴിയുന്ന അരിവെച്ച് വേവിച്ച് കഴിയുന്ന എൻ്റെ പാവം ഉമ്മക്ക് എൻ്റെ ഈ സമ്മിറ്റ് എന്ന് പറയാൻ നമ്മുടെ കുട്ടികൾക്ക് പറ്റണം. അങ്ങനെയുള്ള മാതാപിതാക്കളെ ആദരിച്ച് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. വീട് വെക്കുന്നതിന് മുമ്പേ നമ്മൾ ചിന്തിക്കണം, എൻ്റെ ഉപ്പയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണമെന്ന്. തങ്ങന്മാരും ഉസ്താദുമാരൊക്കെ നിങ്ങൾ വിളിച്ചോളൂ, പക്ഷേ നമ്മുടെ ഉദ്ഘാടനം നമ്മുടെ മാതാപിതാക്കളാണ്. ആ ഒരു അവസ്ഥയിൽ നമ്മൾ കൊണ്ടുപോകണം. ഇത് തിരിച്ചും നമ്മൾ കൊടുക്കണം. അതെങ്ങനെയാ? ചിലപ്പോഴൊക്കെ നമ്മൾ തോറ്റുകൊടുക്കണം, അതിമനോഹരമായി തോറ്റുകൊടുക്കണം. തോറ്റുകൊടുക്കുമ്പോൾ അതൊരു വലിയ വിജയമാണ്. വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഇന്നലെയോ മറ്റോ നിങ്ങളെ ശ്രദ്ധിച്ച ഒരു സംഭവം ഞാൻ പറയുകയും ചെയ്തു. ഒരു വീഡിയോ കാണുകയാണ്. ആ വീഡിയോ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോയിലൊരു വലിയൊരു മുസൽമാൻ, ആളെ പേരൊന്നും പറയുന്നില്ല, നിങ്ങളും കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. ഇങ്ങനൊരു ഭയങ്കര രസകരമായിട്ട് ഒരു ഹാം റെസ്ലിങ്ങിന് നിൽക്കുകയാണ്. ഫൈനൽ ഘട്ടമാണ്, ലാസ്റ്റ് വിജയത്തിന് വേണ്ടി. ഹാം റെസ്ലിംഗ് അറിയാലോ, പഞ്ചഗുസ്തിയാണ്. ഭയങ്കരമായിട്ട് ഇങ്ങനെ കണ്ണോട് കണ്ണ് ചേർന്ന്, എതിരാളിയും ശക്തനാണ്. ആ സമയത്ത് ഇങ്ങനെ നോക്കി, കണ്ണോട് കണ്ണ് നോക്കിയിട്ട് ഇയാൾ ജയിക്കാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ ഈ പാവം തോൽക്കാൻ പോകുന്ന ആൾ സദസ്സിലേക്കൊരു നോട്ടാണ്. അതായത് കണ്ണോട് കണ്ണ് നോക്കുന്നതിന് പകരം ഇങ്ങനെ ആക്കിയിട്ട് ആ സദസ്സിക്ക് ഇങ്ങനെ നോക്കാൻ. അപ്പോൾ ഈ ജയിക്കാൻ പോണ ആളും അങ്ങോട്ടൊന്ന് നോക്കാൻ. അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു വികലാംഗനായ ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. ഈ തോൽക്കാൻ പോണ ആളുടെ മകനാണ്. അതുകൊണ്ട് ആ കുട്ടി സങ്കടപ്പെടും എന്ന് വിചാരിച്ചിട്ട്, സംഭവം ചിലപ്പോൾ ഏതെങ്കിലും സിനിമയിലെ രംഗമാകാം, പക്ഷെ അതിൽ നിന്നൊരു പാഠമുണ്ട്. സൽമാൻ ഖാനാണ് ജയിക്കുന്ന ആള്. സൽമാൻ ഖാൻ ഇങ്ങനെ ജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നോട്ടമുണ്ട്. ആ നോട്ടത്തിൽ ആ കുട്ടിയെ കണ്ടപ്പോൾ ഇങ്ങനെ കൈ അയച്ചു കൊടുക്കാണ്. ആ പാവം മനുഷ്യന് വേണ്ടിയിട്ട് ഇങ്ങനെ തോറ്റുകൊടുക്കാണ്. തോൽവിയിലും ജയമുണ്ട്. അത് കാണുമ്പോൾ ആ കുട്ടിക്കറിയില്ല, കുട്ടി വിചാരിച്ചത് വാപ്പനെ തോൽപ്പിച്ചതാണെന്നാണ്. പക്ഷെ വാപ്പ ആരെ നോക്കുന്നുണ്ടെന്നറിയാം? അച്ഛൻ നോക്കുന്നുണ്ട് സൽമാൻ ഖാനെ, എന്തിനാ നിങ്ങൾ എനിക്ക് തോറ്റു തന്നത് എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊരു സിംബോളിക്കായിട്ട് ഞാൻ നിങ്ങളോട് പറയാണ്. ജീവിതത്തിൽ തോറ്റുകൊടുക്കുക എന്നത് വലിയൊരു വിജയമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തർക്കത്തിലാണോ? ഒന്നും മിണ്ടാതെ നിൽക്കുക, തോറ്റുകൊടുക്കുക, അതൊരു വിജയമാണ്. ചിലപ്പം ഭാര്യമാരെന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് പെങ്ങളുമാണ്, പെങ്ങളമാതിരി ഇങ്ങനെ വരും. എനിക്കത് ചെയ്തുകൂടെ ആങ്ങളമാരോട് പറയണ മാതിരിയുണ്ട് ഭർത്താക്കന്മാരോട് പറച്ചിൽ. ചിലപ്പം മക്കളമാതിരി വാശിടിക്കും. നിങ്ങളെൻ്റെ പണ്ടെടുത്ത് തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ കല്യാണത്തിന് വരില്ല, അല്ലേ? പലരും പറഞ്ഞിരിക്കണമെന്ന്